നമസ്കാരം. മഹിജയ്ക്കെതിരായ പോലീസ് നടപടിയുടെ വാർത്തകൾ സംസ്ഥാനത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതിനാൽ എൻ്റെ ചോര തിളക്കുന്നു ഇന്ന് ന്യൂസ് റൂമിൽ തുടരുകയാണ്. മഹിജയെ വലിച്ചിഴക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും റോഡിൽ കിടന്ന മഹിജയെ കൈപിടിച്ചെഴുന്നേൽപ്പിക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്നുമാണ് പിണറായി വിജയൻ്റെ ഭാഷ്യം. എന്നാൽ തൻ്റെ വയറ്റിൽ പോലീസ് ചവിട്ടിയതിൻ്റെ പാടുകളുണ്ട് എന്നും അത് DGPക്ക് കാണിച്ചു കൊടുത്തിരുന്നുവെന്നും മഹിജ ഇന്ന് ആശുപത്രി കിടക്കയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തന്നെ ആക്രമിച്ച പോലീസിനെതിരെ നടപടിയെടുക്കുന്നില്ല എങ്കിൽ DGPയുമായി ചർച്ചയ്ക്കില്ല എന്നും മഹിജ പറയുന്നു. മഹിജയ്ക്കെതിരായ പോലീസ് അതിക്രമത്തിനെതിരെ UDFും BJPയും ഇന്ന് പ്രഖ്യാപിച്ച ഹർത്താൽ വിജയമായിരുന്നു. ഇത് സർക്കാരിന് എതിരായ മുന്നറിയിപ്പാണോ എന്നതാണ് എൻ്റെ ചോര തിളക്കുന്നു എന്ന ഈ പരിപാടി ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം AN രാധാകൃഷ്ണൻ BJP നേതാവ്, AN ഷംസീർ MLA, ബിന്ദു കൃഷ്ണ, ശ്രീജിത്ത് അമ്മാവൻ ജിഷ്ണു പ്രവണോയുടെ, JC തോമസ് SFI സംസ്ഥാന പ്രസിഡന്റ്, ജിഷ്ണുവിൻ്റെ സഹോദരി അവിഷ്ണയെയും ഞങ്ങൾ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീജിത്ത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പറഞ്ഞത് ജിഷ്ണു പ്രണോയുടെ മാതാവിനെതിരെ യാതൊരുവിധ പോലീസ് അതിക്രമവും ഉണ്ടായിട്ടില്ല. ദൃശ്യമാധ്യമങ്ങൾ, കേരളത്തിലെ UDFും BJPയും ഒരു വലിയ ചിത്രം ഉയർത്തിക്കാണിക്കാൻ ശ്രമിച്ചു. അത് മഹിജയെ വലിച്ചിഴച്ചു എന്നതായിരുന്നു. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. റോഡിൽ കിടന്ന മഹിജയെ കൈകൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിക്കാനാണ് ശ്രമിച്ചത് എന്നാണ്. ശ്രീജിത്ത്, ഇതാദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ താങ്കൾക്കൊരു ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. എന്താണ് യാഥാർത്ഥ്യം? ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് പിണറായി വിജയൻ സഖാവിനെ മറുപടി പറയാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. പക്ഷെങ്കിൽ ഞാനൊരു സത്യം പറയാം. ഞങ്ങളുടെ പെങ്ങളുടെ ജിഷ്ണുവിനെ പ്രസവിച്ച വയറിനെ ഈ പോലീസുകാരൻ ചവിട്ടിയത് ലോക്നാഥ് ബെഹ്റെ സാറെ ഞാൻ സാരി മാറ്റി കാണിച്ചു കൊടുത്തു. ഇതിൽ വലിയ തെളിവ് അതൊരു വീഡിയോ ചിത്രമായി മാധ്യമങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല. ഇതിലും വലിയൊരു തെളിവ് എൻ്റെ ചങ്കിന് പിടിച്ച് എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്നെ കൊണ്ടുപോയി അവിടുത്തെ ക്യാമറ ഉപയോഗിച്ച് എൻ്റെ ശ്വാസനാളം പരിശോധിച്ചു. അവിടെ ക്ഷതമുണ്ട് എന്ന് ഡോക്ടർമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ക്ഷതം ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ട് വന്നതല്ല സർ. ഈ ക്ഷതമുണ്ടായത് ഇവിടുത്തെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ KC ബൈജു, അദ്ദേഹം എൻ്റെ ചങ്ക് പിടിച്ച് ഞെക്കിയതാണ്. വിരൽ കൊണ്ട് എൻ്റെ പെങ്ങളെ തെറി വിളിച്ചപ്പോൾ, മോൻ നഷ്ടപ്പെട്ട ഞങ്ങളുടെ മഹിജയെ കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ തെറി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പെങ്ങളെ അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കരുത്തുറ്റ വിരലുകൾ രണ്ട് എൻ്റെ ചങ്കിലേക്ക് കുത്തിയിറക്കുകയായിരുന്നു. ആ പരിക്കേറ്റ പാടുണ്ട്. ഞങ്ങൾ പിണറായി സഖാവിനെ ഞങ്ങളിത് ബോധ്യപ്പെടുത്തും. അദ്ദേഹത്തിന് ഇത് ബോധ്യമാകും. ഞങ്ങളുടെ ജിഷ്ണുവിൻ്റെ നേതാവാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവാണ് പിണറായി സഖാവ്. അദ്ദേഹത്തെ ആരാണോ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനത് ബോധ്യമാകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ദയവായി തുടരുക ശ്രീജിത്ത്. ശ്രീ AN ഷംസീർ, മുഖ്യമന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ? നമുക്കറിയാം, DGPയെ കാണാൻ വേണ്ടി ചെല്ലുന്ന മഹിജ അടക്കമുള്ള ബന്ധുക്കളെ പോലീസ് തടയുന്നു. മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായ സമരപ്രക്രിയ എന്നുള്ള നിലയിൽ, ഒരു മുൻ SFIക്കാരി എന്നുള്ള നിലയിൽ മഹിജയ്ക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ്? ആ DGPയുടെ ഓഫീസിന് മുന്നിലുള്ള റോഡിൽ കിടക്കുക എന്നുള്ളതാണ്. അവിടെ നിന്ന് പോലീസ് വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് മാധ്യമ ഭാഷ്യം. അതല്ലേ ശരി? ജിഷ്ണു ഞങ്ങളുടെ കൂടപ്പിറപ്പാണ്. ജിഷ്ണുവിനെ ഞങ്ങൾ ഒരിക്കലും ഒരു അന്യനായി കാണുന്നില്ല. കേരളത്തിൽ സ്വാശ്രയ കോളേജുകൾക്കെതിരെ ഏറ്റവും വലിയ സമരം നടത്തിയത് ജിഷ്ണുവിൻ്റെ പ്രസ്ഥാനം SFI ആണ്. 2001 മുതൽ ഞങ്ങൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇക്കാലം അത്രയും ഉയർത്തിക്കൊണ്ടു വന്നപ്പം ഞങ്ങളുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ
നികേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമപ്രവർത്തന രംഗത്തേക്ക് വരുന്ന ദൃശ്യമാധ്യമ രംഗത്തേക്ക് സജീവമായി വരുന്ന ന്യൂസ് ചാനലുമായി വരുന്ന നമ്മുടെ ഇന്ത്യ വിഷൻ ഉൾപ്പെടെയുള്ള ചാനലുകൾ രംഗത്തിറങ്ങുമ്പോഴും അന്നും ഞങ്ങളെല്ലാം ആ സമരമുഖത്തുണ്ടായിരുന്നു. പക്ഷേ ഇത് കേരളത്തിനകത്ത് ഏറ്റവും സജീവമായി ജനങ്ങൾക്കിടയിൽ സ്വാശ്രയ കോളേജുകൾക്കകത്ത് ഇടിമുറികളുണ്ട്, സ്വാശ്രയ കോളേജുകൾ വിദ്യാർത്ഥി പീഡനത്തിൻ്റെ കേന്ദ്രമാണ് എന്ന് പൊതുസമൂഹം അംഗീകരിക്കേണ്ടി വന്നത് ഞങ്ങളുടെ കൂടപ്പുറപ്പായ ജിഷ്ണു അദ്ദേഹം മരണത്തോടു കൂടിയാണ്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ജിഷ്ണുവിൻ്റെ ചോരയ്ക്ക് ഈ നാട് കണക്ക് പറയിക്കും. ജിഷ്ണുവിൻ്റെ ചോരയ്ക്ക് വേണ്ടി ആരാണ് ഓടി നടന്നത് അവരെ കൊണ്ടെല്ലാം ഈ കേരളത്തിൻ്റെ നാട് കണക്ക് പറയിക്കും. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഇവിടെ ശ്രീജിത്തിന് അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ കേസ് ശ്രീജിത്താണ് തുടക്കം മുതലേ ഇതിനകത്ത് ഇടപെട്ട ഒരാൾ. ശ്രീജിത്തിനെ പോലെ തന്നെ ഈ കേസ് തുടക്കം മുതലേ മോണിറ്റർ ചെയ്ത ഒരാളാണ് ഞാൻ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ. ഞാൻ ഉൾപ്പെടെ മത്സരിച്ച ഒരു പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ ഈ ജിഷ്ണുവിന്റെ മരണത്തെ തുടർന്ന് ആ വീട്ടിൽ പോവുകയും അവിടെ ചേർന്ന ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുക്കുകയും തുടർന്ന് ഇങ്ങോട്ട് ഈ നിമിഷം വരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇടപെട്ട ഒരാളാണ് ഞാൻ. എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഈ കേസിനകത്ത് മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അവർക്ക് അർഹിച്ച ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന പ്രവർത്തനം ഈ സംസ്ഥാന സർക്കാർ. ചോദ്യം ഇതാണ്, ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്ക് ശ്രീജിത്ത് തന്നെ പറഞ്ഞു, ഞങ്ങൾ അവരെ പോയി കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കും. ഏതായാലും അത്തരം ഒരു പ്രഖ്യാപനം ശ്രീജിത്ത് നടത്തിയ പശ്ചാത്തലത്തിൽ ശ്രീജിത്തിന്റെ ഇപ്പം സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപക്ഷെ കാണിക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. ശ്രീജിത്തിന് ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ബോധ്യപ്പെടുത്തിയാൽ അതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ എടുക്കുന്നതിലൊന്നും ഒരു തരത്തിലും മടിയുള്ള സർക്കാരല്ല ഈ സർക്കാർ. ഇതിവിടെ ഞങ്ങൾ ജിഷ്ണുവിനോടൊപ്പമാണ്, ജിഷ്ണുവിന്റെ കുടുംബത്തോടൊപ്പമാണ്. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ജിഷ്ണുവിനും കുടുംബത്തിനും നീതി ലഭിക്കാൻ ആവശ്യമായ ഏത് സമരമുഖത്തും ഈ കുടുംബത്തോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഷാജഹാൻ, തോക്കുസ്വാമി, SUCIയുടെ നേതാക്കൾ ഇവരെ എല്ലാം കൊണ്ട് DGPയുടെ ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ അതൊരു സമരമുഖമല്ല എന്നറിയാമല്ലോ. അങ്ങനെ ഒരു മേഖലയെ സമരമുഖമാക്കാനുള്ള ശ്രമവും ഇത്തരം ബാഹ്യശക്തികളെ ഒപ്പം കൂട്ടാനുള്ള നിഗൂഢ ശ്രമങ്ങളും രണ്ടും ഉണ്ടായപ്പോഴാണ് അസ്വാഭാവിക സംഭവങ്ങൾ DGPയുടെ ഓഫീസിന് മുന്നിലുണ്ടായത്. DGPയുടെ ഓഫീസ് സമരകേന്ദ്രമാക്കണോ എന്ന കാര്യത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് MA ബേബി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് എനിക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുമ്പിൽ സമരം ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് നൽകിയ ഉറപ്പ് ലംഘിച്ച DGPയുടെ ഓഫീസിന് മുന്നിൽ സമരം ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കേരളത്തിലെ ഇന്ത്യയിലെ ഒരു പൗരന് DGPയുടെ ഓഫീസിൽ പ്രവേശനമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നടന്നുപോയി അവിടെ കയറാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ എന്നും പറയുകയാണ്, ഞങ്ങളുടെ സമരത്തിൽ ഒരാളുടെയും പങ്കാളിത്തം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു രാഷ്ട്രീയ സമരമല്ല, ഇത് നീതിക്ക് വേണ്ടിയുള്ള സമരമാണ്. ഞങ്ങളുടെ കുഞ്ഞിനെ, എത്രയും പ്രിയപ്പെട്ട കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ കുടുംബത്തിൻ്റെ നീതിക്ക് വേണ്ടിയുള്ള സമരമാണ്. ആ സമരത്തിൽ ഈ നിമിഷം വരെ ഒരാളുടെയും പിന്തുണ, ഒരാളുടെയും പങ്കാളിത്തം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ കേരള സമൂഹത്തിലെ മുഴുവൻ പേരുടെയും പിന്തുണ, മുഴുവൻ മാധ്യമങ്ങളുടെയും പിന്തുണ, അവിടെ എങ്ങനെ തോക്കുസ്വാമി വന്നു, അവിടെ എങ്ങനെ ഷാജഹാൻ വന്നു, അവിടെ എങ്ങനെ ഷാജർ ഖാൻ വന്നു, മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഞങ്ങൾ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. തോക്കുസ്വാമിയെ ഭരണകൂടം, പോലീസ് കെട്ടിച്ചമച്ച് അവിടെ എത്തിയതാണ്. നിങ്ങൾ അന്വേഷിക്കൂ പ്രിയപ്പെട്ട നികേഷ് സർ. DGP ലോക്നാഥ് ബെഹ്റ ഇന്നലെ 5-ാം തീയതി 11 മണിക്ക് തോക്കുസ്വാമിക്ക് കൂടിക്കാഴ്ചയ്ക്ക് അവസരം കൊടുത്തു. വിഷയം എന്തെന്നോ? ഇന്ത്യയും തീവ്രവാദവും. ഈ വിഷയം ചർച്ച ചെയ്യുന്നത് തോക്കുസ്വാമിയുമായിട്ടാണ്. ഈ തോക്കുസ്വാമി ഇന്നലെ മറ്റുള്ള പ്രതികളോടൊപ്പം മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയാണ്. എനിക്ക് ജിഷ്ണുവിൻ്റെ കുടുംബത്തെ അറിയില്ല, അവരുമായി ബന്ധമില്ല. അവിടെ ഒരു ബഹളം കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് പോയതാണ്, ഞാൻ DGP ക്ഷണിച്ചതനുസരിച്ച് വന്നതാണ് എന്ന് മജിസ്ട്രേറ്റിന് കൊടുത്ത മൊഴിയാണ്. മാധ്യമങ്ങൾ ഇതൊക്കെ ഒന്ന് പുറത്തു കൊണ്ടുവരണം. തോക്കുസ്വാമി എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ഇന്നൊരു പത്രത്തിൽ പടം കണ്ടതാണ്. വർഷങ്ങൾക്ക് മുമ്പ് അതേ പടം ഞാൻ കണ്ടിരുന്നു, അല്ലാതെ ഒരു ബന്ധവുമില്ല. പിന്നെ
ഞങ്ങളുടെ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കിയ ഒരു വ്യക്തിയെ അതേ അർത്ഥത്തിൽ കാണാനേ ഞങ്ങൾക്ക് കഴിയുള്ളൂ. അദ്ദേഹവുമായി ചങ്ങാത്തം സ്ഥാപിക്കുക ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കടമയല്ല. ഞങ്ങൾ കുടുംബത്തിൻ്റെ ഓരോരുത്തരുടെയും ഫോൺ രേഖകൾ പരിശോധിച്ചു നോക്കൂ. ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഷാജഹാനുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഞാൻ ഷാജഹാനെ TV-യിൽ കണ്ട് പരിചയമുണ്ട്. അദ്ദേഹത്തെ ആദ്യമായി നേരിട്ട് കാണുന്നത് പോലീസ് പിടിച്ച് ഈ വണ്ടിയിലിട്ടപ്പോഴാണ്. ഞാൻ അതും അന്വേഷിച്ചു, എങ്ങനെ ഇവിടെ ഷാജഹാൻ എത്തിയെന്ന്. മംഗളം ചാനലിൻ്റെ ഒരു ചർച്ചയിൽ പങ്കെടുത്ത് ഓട്ടോറിക്ഷയിൽ മടങ്ങുമ്പോൾ ഷാജിർ ഖാനെ പിടിച്ച് വാഹനത്തിൽ കയറ്റുന്നത് കണ്ടപ്പോഴാണ് ഷാജഹാൻ അവിടെ എത്തിയത്. ഷാജഹാൻ ഇരുന്ന സീറ്റിൻ്റെ പരിസരത്ത് പോലും ഞങ്ങളാരും പോയില്ല. ഇത് വഴി തെറ്റിക്കരുത്. ഇതൊരമ്മയുടെയും കുടുംബത്തിൻ്റെയും ന്യായമായ സമരമാണ്. ഈ സമരത്തെ അപഹസിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് ഈ ഷാജഹാനെയും തോക്കുസ്വാമിയെയും ഈ ചിത്രത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ പോലീസാണ്. മഹിജയ്ക്കെതിരായിട്ടുള്ള പോലീസ് അതിക്രമം മറച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് തോക്കുസ്വാമിയെയും ഷാജഹാനെയും ഒപ്പം കൊണ്ടുവന്നത്. ഷാജിർ ഖാൻ്റെ കാര്യത്തിൽ ശ്രീജിത്തോ അല്ലെങ്കിൽ മഹിജ അടക്കമുള്ള കുടുംബാംഗങ്ങളോ തള്ളിപ്പറയുന്നില്ല. ഷാജിർ ഖാൻ തന്നെയാണ് രാവിലെ അവർക്ക് കുളിക്കാനും മറ്റു സൗകര്യങ്ങൾക്കും ആവശ്യമായ വീടൊരുക്കി കൊടുത്തത്. അവർ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ തോക്കുസ്വാമിയുടെ കാര്യത്തിൽ, ഷാജഹാൻ്റെ കാര്യത്തിൽ ആ നിലപാടല്ല കുടുംബത്തിനുള്ളത്. എന്നിട്ടും മുഖ്യമന്ത്രി ഇന്ന് എന്തിന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു? മുഖ്യമന്ത്രി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വാസയോഗ്യമാവും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തെങ്കിലും പ്രസ്താവന നടത്തുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നുന്നില്ല. ചുറ്റും നിന്ന് വലതുപക്ഷ മാധ്യമങ്ങൾ ആക്രമിച്ചപ്പോഴും അദ്ദേഹം സത്യത്തിൻ്റെ പക്ഷത്ത് നിന്നതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. അപ്പോൾ ബഹുമാന്യനായ എൻ്റെ സുഹൃത്ത് ശ്രീജിത്ത് അങ്ങനെ സംസാരിക്കരുത്. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ അത് അന്വേഷിക്കാം, ഒരു സംശയവുമുള്ള കാര്യമല്ല. തോക്കുസ്വാമിയും ഷാജഹാനും നിങ്ങൾ അറിയാതെ അവിടെ കടന്നു വന്നാണെങ്കിൽ അതും അന്വേഷണത്തിൽ നടക്കട്ടെ. ഒരു ഭാഗത്ത് ശ്രീജിത്ത് സ്വന്തം മരുമകൻ നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ ഞങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പം ഞങ്ങളുടെ വാദം ജയിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് എന്തും ഈ മീറ്റിങ്ങിനകത്ത് പറയാൻ സാധിക്കില്ല. അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറയാനും പറ്റില്ല. ഇവിടെ ഇപ്പം ഈ പറയുന്ന തോക്കുസ്വാമി അതുപോലെ ഷാജഹാൻ ഇന്ന് ഒരു പുതിയ ഡെവലപ്മെൻ്റാണിത്. ഇന്നലെ ഞങ്ങൾ ആരും കേട്ടില്ല. ഇന്നലെ മുതലേ തോക്കുസ്വാമിയും ഷാജഹാനും ഉണ്ടായിരുന്നുവെന്ന് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോഴാണ് ഒരു പുതിയ യു ടേൺ ഇതിനകത്തുണ്ടാവുന്നത്. ഷാജഹാനെയും അതുപോലെ തന്നെ തോക്കുസ്വാമിയും പോലീസ് കൊണ്ടുവന്നു എന്നുള്ളത് അത് അത്രമാത്രം വിശ്വാസയോഗ്യമാണെന്ന് എനിക്കറിയില്ല. ഏതായാലും ശ്രീജിത്ത് പറഞ്ഞ പശ്ചാത്തലത്തിൽ അതുകൂടി അന്വേഷിക്കണം എന്നൊരു MLA നിലക്ക് സർക്കാരിനോട് ഞാൻ ആവശ്യപ്പെടാം. പക്ഷെ ഉറപ്പിച്ചും തറപ്പിച്ചും ഇന്നലെ വരെ ഒരു പ്രിന്റ് വിഷ്വൽ മീഡിയാസും പറയാത്തൊരു കാര്യമാണ് ശ്രീജിത്ത് ഇന്ന് വെളിപ്പെടുത്തുന്നത്. ഇന്ന് വെളിപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ ഈ ഒരു കാര്യം എന്താണ് എന്ന് അന്വേഷിക്കാം. ഇതിലൊക്കെ ഇപ്പം ഒരു വളരെ കൃത്യമായി ഒരു കട്ടൻ റേറ്റ് ആയിട്ടുള്ള ഉത്തരം എനിക്കതിന് പറയാൻ സാധിക്കില്ല. പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞത് ശ്രീജിത്ത് തന്നെ എന്നോട് പറഞ്ഞല്ലോ, തോക്കുസ്വാമി അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ഞങ്ങളത് അറിയാത്ത കാര്യമാണ് എന്ന്, ഷാജഹാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളത് അറിയാത്ത കാര്യമാണ് എന്ന്. ഇന്നലെ ആ വിശദാംശങ്ങൾ താങ്കൾക്ക് അറിയാത്തത് കൊണ്ടാണോ അതോ ആ ഘട്ടത്തിൽ ആ കാര്യങ്ങൾ പറയണ്ട എന്ന് വിചാരിച്ചതാണോ? ഒരിക്കലുമല്ല. ഇന്നലെ ഞങ്ങൾ ഈ വിവരം അറിഞ്ഞതു മുതൽ ഞങ്ങൾ പറഞ്ഞതാണ് തോക്കുസ്വാമിയോ ഷാജഹാനോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്ന കാര്യം. ഇന്നാണ് എങ്ങനെ അവരെത്തി എന്ന കാര്യം ഞങ്ങൾ അന്വേഷിക്കുന്നത്. ഇത് അന്വേഷിക്കേണ്ടത് കടമ ഞങ്ങളുടേതല്ല, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷംസീർ ഉൾപ്പെടെയുള്ളവരുടെ കടമയാണ്. ഇവരെങ്ങനെ കടന്നുകൂടി? ഞങ്ങളുടെ പ്രിയപ്പെട്ട ജിഷ്ണുവിൻ്റെ ബന്ധുക്കൾക്കൊപ്പം ഇവരെങ്ങനെ വന്നു എന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. ഞങ്ങൾ വ്യക്തമാക്കിയതാണ്, ഇന്നലെ രാവിലെ മുതൽ വ്യക്തമാക്കിയതാണ്, ഈ തോക്കുസ്വാമിയോ ഷാജഹാനോ ഞങ്ങൾക്കറിയില്ല. ഇന്ന് ഞാൻ പഠിച്ചു എവിടെ എങ്ങനെ അവരെത്തി എന്ന് എൻ്റെ മനസാക്ഷിയെ ബോധ്യപ്പെടുത്താൻ ഞാൻ പഠിച്ചതാണ്. എന്നെ ഈ ആശുപത്രി കിടക്കയിൽ വന്നു കണ്ടവർ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഷംസീർ, എനിക്ക് മറ്റതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരൊറ്റ ചോദ്യം കൂടി താങ്കളോട് ചോദിക്കാനുണ്ട്. ഈ തോക്കുസ്വാമി അവിടെ എത്തിയത് DGPയുമായി രാവിലെ ഇന്ത്യയും ഭീകരതയും എന്ന വിഷയത്തിൽ ചർച്ച നടത്താനാണ് എന്നാണ്. ഷാജഹാൻ അവിടെ നിന്ന് അതറിയാമല്ലോ, തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട റോഡാണത്. ആ റോഡിലൂടെ ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ഷാജിർ ഖാനെ പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്നു കണ്ടു. സ്വാഭാവികമായും ഷാജിർ ഖാനെ അറിയുന്ന ആളെന്നുള്ള നിലയിൽ ഷാജഹാൻ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങുന്നു. എന്നിട്ട് എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുന്നു. ഷാജഹാനെയും കൂടെ പിടിച്ചു കൊണ്ടുപോകുന്നു. അവിടെയല്ല വിഷയം. ഇത്
മഹിജക്കെതിരായ പോലീസ് അതിക്രമത്തെ മറയാക്കുന്നതിന് വേണ്ടി ഭരണകൂടം ഒരു കഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ വലിയൊരു പോലീസ് ഗൂഢാലോചനയായി മാറുകയാണ്. ഷംസീറിലേക്ക് മടങ്ങിയെത്താം. ശ്രീ എൻ രാധാകൃഷ്ണൻ, ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുകയാണ്, പോലീസിന് യാതൊരു വീഴ്ചയും പറ്റിയിട്ടില്ല. അവിടെ മഹിജ വരുന്നു, മഹിജക്കൊപ്പം നിരവധി ആളുകളുണ്ടായിരുന്നു, അത് സാധിക്കില്ല എന്ന് പോലീസ് പറഞ്ഞപ്പോൾ മഹിജ അവിടെ കിടന്നു. അവരെ റോഡിൽ കിടന്നോട്ടെ എന്ന് വിചാരിക്കാൻ പോലീസിന് കഴിയില്ലല്ലോ. പോലീസ് അവരെ എടുത്ത് ആശുപത്രിയിലാക്കുന്നു. അത്രയാണ് സംഭവിച്ചിട്ടുള്ളത്. അല്ല, ഇന്നലെ ദൃശ്യമാധ്യമങ്ങൾ ഏതാണ്ട് മിക്കവാറും എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും ലൈവായി ഈ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ജിഷ്ണുവിൻ്റെ മാതാപിതാക്കളും അത്യാവശ്യമുള്ള ബന്ധുക്കളും ഒക്കെ പോകുന്നത് നമ്മളെല്ലാവരും ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടു. എനിക്കിതിനെക്കുറിച്ച് തോന്നിയത്, ഇപ്പോൾ ജിഷ്ണുവും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും 100% കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അടിയുറച്ചാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. ഇത്രയും ദിവസമായിട്ടും എന്തുകൊണ്ട് പോലീസ് സംവിധാനം ഫലപ്രദമായി ഇടപെട്ടില്ല? ഒന്ന്. രണ്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് നെഹ്റു കോളേജിൻ്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അവർക്ക് മുൻകൂർ ജാമ്യം കോടതിയിൽ ലഭിക്കത്തക്ക രൂപത്തിൽ കോടതിയിൽ അന്തരീക്ഷം ഒരുക്കിയതിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള സർക്കാരാണ്. അതിനെതിരെ ആക്ഷേപം ഉണ്ടാകുമ്പോഴും നേരത്തെ ജിഷ്ണുവിൻ്റെ മാതാവ് ഞാനിതിനെതിരായ സമരത്തിൽ വരുന്നു എന്ന് പ്രഖ്യാപനം നടത്തി. അവന് നെഹ്റു കോളേജിൽ വരുന്നു, കോളേജിനകത്തേക്ക് കയറാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള നിലപാടുകൾ ഒരിക്കലും കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരുമായി താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് യോജിച്ചതല്ല. പ്രത്യേകിച്ച് ഇത്രയും അടിയുറച്ചൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബമായിട്ട് പോലും ഇന്നേ വരെ അവരുടെ വീട് സന്ദർശിക്കാനോ അവരെ ആശ്വസിപ്പിക്കാനോ തയ്യാറായില്ല. ഒന്ന്. രണ്ട്, ഈ സംഭവം ഉണ്ടാകുമ്പോൾ സാമാന്യഗതിയിൽ ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഈ സംഭവത്തിൽ അദ്ദേഹത്തിനൊരു ഖേദമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ സംഭവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇന്നലെ മഹിജയെ സന്ദർശിക്കാമായിരുന്നു. അതിന് പകരം മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവന 100% ജനങ്ങളെ വെല്ലുവിളിക്കുന്നതാണ്. എനിക്ക് തോന്നിയത് ഒരു മഹിജയുടെ പ്രശ്നത്തിലല്ല ഞാനിത് കാണുന്നത്. പോലീസ് യഥാർത്ഥത്തിൽ അവരെ പൊക്കിയെടുക്കുകയല്ലേ ചെയ്യുന്നത്? അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, അതിനകത്ത് ഏറ്റവും ഇപ്പോൾ ബൈജു എന്ന് പറയുന്ന മൊട്ടത്തലയുള്ള AC നിങ്ങളതിൽ നോക്കിയാൽ മനസ്സിലാവും. ആ ACയെ സംബന്ധിച്ചിടത്തോളം അയാളാണ് ലോ അക്കാഡമി കോളേജിൽ ഡോക്ടർ വാവയുടെ കണ്ണു കുത്തിപ്പൊട്ടിക്കുന്നതിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ചത്. അറിയപ്പെടുന്ന ഗുണ്ടാ നിലവാരത്തിലുള്ള ഒരു പോലീസ് കമ്മീഷണറാണ് അയാൾ. എടുത്തുള്ള നിലപാടുകൾ മുഴുവൻ ഇതായിരുന്നു. അദ്ദേഹം ഇന്നലെ ഞാൻ മനസ്സിലാക്കി, ഇപ്പോൾ സ്റ്റേജിൽ വന്നിട്ടുള്ള, ഇപ്പോൾ ഈ ചർച്ചയിൽ വന്നിട്ടുള്ള ശ്രീജിത്തിനെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നത് എല്ലാവരും റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടതാണ്. വളരെ ധിക്കാരപരമായി വെല്ലുവിളിക്കുന്ന രീതിയിൽ പെരുമാറി. ആരാണ് അന്വേഷണം നടത്തിയത്? മനോജ്. ആ IG സംബന്ധിച്ചിടത്തോളം IG ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിൽ എന്താ കാണിച്ചത്? സാധാരണ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണിക്കേണ്ട പക്വതയും മാന്യതയും കാണിക്കാതെ ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു. ആ ഭീഷണിപ്പെടുത്തുന്ന ആളുകൾ തന്നെ അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണം മുഖ്യമന്ത്രിയുടെ മുമ്പാകെ വരുന്നു. മുഖ്യമന്ത്രി ഞാനെന്തോ എല്ലാ ഭാഗത്തും എന്നെ ജനങ്ങളെ ജയിപ്പിച്ചു എന്ന രീതിയിൽ ജനങ്ങളെ മുഴുവൻ നിരാകരിച്ചുകൊണ്ട് വെല്ലുവിളിക്കുന്നു. ഇന്ന് ചേളാരിയിൽ നടത്തിയ പ്രസംഗം എന്താണ്? ചേളാരിയിൽ നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് അദ്ദേഹം ഈ ഇന്നലെ നടന്നിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് വെള്ളപൂശാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ദയവായി തുടരുക. ബിന്ദു കൃഷ്ണ, ശ്രീമതി ബിന്ദു കൃഷ്ണ, ഒന്ന്, ഈ പറയുന്ന ചിത്രത്തെ, ദൃശ്യങ്ങളെ വലിയ തോതിൽ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം മാധ്യമങ്ങളുടെ ആകെ ഭാഗത്തു നിന്നും BJPയും UDFിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതാണ് ഇന്ന് ഹർത്താലായി പരിണമിച്ചത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സംഭവത്തിന് ശേഷമുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ മഹിജയും ജിഷ്ണു പ്രണോയിയുടെ കുടുംബവും BJPയുടെയും കോൺഗ്രസിൻ്റെയും കയ്യിലാണ് എന്നുപോലും CPMൻ്റെ നേതാക്കൾ പറയുന്നു. ഇന്ന് വൈദ്യുത മന്ത്രി MM മണി ആ നിലയിലാണ് കാര്യങ്ങൾ എത്തിച്ചത്. അതായത് ഹർത്താൽ നടത്തുക, രാഷ്ട്രീയമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, അതിന് യഥാർത്ഥത്തിൽ മഹിജയെ ഒരു പടിയായി ചവിട്ടിക്കയറുകയല്ലേ BJPയും കോൺഗ്രസും? അധികാര രാഷ്ട്രീയത്തിന്റെ മത്ത് പിടിച്ചിരിക്കുന്ന CPMകാർ ഇതും പറയും, ഇതിനപ്പുറവും പറയും. ആര് എന്തുപയോഗപ്പെടുത്തിയെന്നാ പറയുന്നത്? കേരളത്തിൽ ഏത് ദൃശ്യം വളച്ചൊടിച്ചത്? നിങ്ങളുടെ ചാനൽ അടക്കമുള്ള മുഴുവൻ ചാനലുകളും, ഈവൻ പീപ്പിൾ ചാനൽ പോലും കാണിച്ച ദൃശ്യങ്ങൾ ആരാ വളച്ചൊടിക്കുന്നത്? ഇവിടെ കേരളത്തിലെ ജനത ഇന്നലെ കണ്ടതെന്ന് പറയുന്നത് ഒരു അമ്മയുടെ കണ്ണുനീരിന് നേർക്ക് കാക്കിയുടെ ധാർഷ്ട്യം കാണിക്കുന്നതാണ്.
അമ്മയുടെ തീരാത്ത വേദന. ഇവിടെ എനിക്ക് വലിയ മാനസിക പ്രയാസമുണ്ട് ഷംസീറിന്റെ ഒക്കെ വാക്കുകൾ കേട്ടിട്ട്. ജിഷ്ണു ഞങ്ങളുടെ സഹോദരൻ, ജിഷ്ണുവിന് വേണ്ടി ഞങ്ങൾ നിലകൊള്ളും. എന്ത് നിലകൊണ്ടെന്നാ പറയുന്നത്? ജിഷ്ണുവിനെ അതിക്രൂരമായി മർദ്ദിച്ച് ഈ ലോകത്തുനിന്ന് പറഞ്ഞു വിട്ടിട്ട് മാസങ്ങളായിട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്തത് കോൺഗ്രസ്സുകാരനൊന്നുമായിട്ടില്ല. നിങ്ങൾ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞാലേ വേറെ BJP ആണെന്നോ വേറെ ഏതെങ്കിലും പാർട്ടി എന്ന് പറഞ്ഞിട്ടല്ലേ കണ്ടേ? മനുഷ്യത്വം മരവിച്ചിട്ടില്ലെങ്കിൽ പ്രതിയെ പിടിക്കാൻ ശ്രമിക്കണം. അല്ലാതെ സാഹിബിന്റെ മുമ്പിൽ കവാത്ത് പറഞ്ഞിട്ട് സ്വാശ്രയ മുതലാളിമാരുടെ മുന്നിൽ പാദസേവ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ വന്നിരുന്ന ഒരു അമ്മയെ വലിച്ചിഴക്കേണ്ട കാര്യം എന്താ? DGPയുടെ ഓഫീസ് എന്താ ഹിറ്റ്ലറുടെ താവളമല്ലോ ആണോ? DGP എന്ന് പറയുന്ന ഈ സംസ്ഥാനത്ത് ജനാധിപത്യ ശക്തിയേക്കാൾ വലുതൊന്നുമല്ല, ജനാധിപത്യ ഭരണത്തേക്കാൾ താഴെ തന്നെയാണ് DGP. പക്ഷെ DGP നിയമം പാലിക്കാതെ സംഘപരിവാറിന്റെ ഏറ്റവും വലിയ പ്രചാരകനായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരുപക്ഷെ നരേന്ദ്രമോദിയുമായി പല കച്ചവടവും ലാവലിൻ കേസ് അടക്കമുള്ള കച്ചവടങ്ങളൊക്കെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കാണുമായിരിക്കും. അങ്ങനെയൊക്കെ ജനങ്ങൾ സംശയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഫാസിസ്റ്റ് ശൈലി നടപ്പിലാക്കുന്ന DGPയെ വളരെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന എന്തിനാ? കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തപ്പോ കാവൽ നിന്നല്ലേ കേരളത്തിൽ പിണറായി വിജയന് DGP ലോക്നാഥ് ബെഹ്റയെ രക്ഷിക്കാനുള്ള അഭിനിവേശമുണ്ടോ? അമിതമായ തിടുക്കമുണ്ടോ? എൻ ഷംസീർ, അതാണ് ബിന്ദു കൃഷ്ണ ചോദിക്കുന്നത്. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട നിലപാടുകൾ ഞാൻ താങ്കളുടെ മുന്നിൽ വെക്കുകയാണ്. ഒന്ന്, CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയുടേതാണ്. MA ബേബി പറയുന്നത് മഹിജയുടെ നേരെ നടത്തിയ പരാക്രമം ഇടതു സർക്കാരിൻ്റെ പോലീസ് നയം മനസ്സിലാക്കാത്തവർ ചെയ്തതാണ്. പോലീസ് സ്റ്റേഷന് മുന്നിൽ സമരമാകാമെങ്കിൽ പോലീസ് ആസ്ഥാനത്തിന് മുന്നിലുമാകാം. പോലീസ് ആസ്ഥാനം സമരത്താൽ അശുദ്ധമാകാൻ പാടില്ലാത്ത ഒരു സ്ഥലം എന്ന വാദത്തിന് പ്രസക്തിയില്ല എന്നാണ്. ഇവിടെ കാനം രാജേന്ദ്രൻ്റെ നിലപാട് കൂടി ശ്രദ്ധേയമാണ്. മകൻ നഷ്ടപ്പെട്ട അമ്മയോട് പോലീസ് ക്രൂരത കാട്ടി. ജനമനസ് എന്താണ് എന്ന് ഇന്നത്തെ ഹർത്താലിൻ്റെ വിജയം നോക്കിയാൽ അറിയാം. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന ഒറ്റയാൾ മാത്രമേ ലോക്നാഥ് ബെഹ്റ എന്ന DGPയെ സംരക്ഷിച്ച് നിർത്തുന്നുള്ളൂ. മറ്റ് ഇടത് നേതാക്കളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ മഹിജയ്ക്കുണ്ടായിട്ടുള്ള ക്രൂരമായ പീഡനത്തിനൊപ്പമാണ്, അല്ലെങ്കിൽ പീഡനത്തിനെ എതിർക്കുന്നവരാണ്. ഇതിലിപ്പോൾ ബിന്ദു കൃഷ്ണ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ആദ്യം ഉത്തരം പറയേണ്ടതുണ്ട്. ഇപ്പോൾ ജിഷ്ണു കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ ജിഷ്ണു മരിച്ചു. യഥാർത്ഥത്തിൽ ഇതിൽ സെൽഫ് ഫൈനാൻസിങ് ഇഷ്യൂ ആണ് കേരളത്തിനകത്ത് ഏറ്റവും കത്തി നിൽക്കുന്നത്. ഈ സെൽഫ് ഫൈനാൻസിങ് ഇഷ്യൂ ആരാണ് ഉണ്ടാക്കിയത്? നമുക്ക് ബാക്ക് ഫൈലിലേക്ക് നമുക്ക് പോകണം. ഇപ്പോൾ ഈ മീഡിയാസിൻ്റെ ഒരു കുഴപ്പം, ബാക്ക് ഫൈലിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പറയും ഇപ്പോഴത്തെ കാര്യം പറയാനാണ്. ഇപ്പോഴത്തെ കാര്യം പറഞ്ഞ് അപ്പുറത്തെ കാര്യം പറയാൻ പോകുമ്പോൾ ഈ പൊതുവിൽ ചാനലിനകത്ത് ഞങ്ങളൊക്കെ നിഷ്കളങ്കരായ ആളുകളാണ്. ഞാൻ വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റാണ് താങ്കളുടെ മുന്നിൽ വെച്ചത്. ഒന്ന്, MA ബേബി താങ്കളുടെ പോളിറ്റ് ബ്യൂറോ അംഗം. 2, കാനം രാജേന്ദ്രൻ CPI അഭിപ്രായം പറയാം. പറയും. ഇവിടെ ഞാൻ പറയാം, അതിലൊന്ന് സൂചിപ്പിക്കട്ടെ. ആദ്യം ഈ സ്വാശ്രയ പ്രശ്നം പരിഹരിക്കപ്പെടണം. ഇതൊരു പണ്ടാരോസ് ബോക്സ് പോലെ ആവരുത്. എപ്പോഴും ഒരു പണ്ടാരപ്പെട്ടി പോലെ സ്വാശ്രയ പ്രശ്നം കേരളത്തിനകത്ത് നിൽക്കരുത്. ഏതായാലും ജിഷ്ണുവിന്റെ മരണത്തോടുകൂടി കേരളത്തിലെ UDF ഇതിനകത്ത് ആത്മാർത്ഥത കാണിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി BJPയുമാണ്. കോൺഗ്രസ് ഞങ്ങളുടെ കൂടെ നിൽക്കും ഈ കാര്യത്തിൽ നിന്ന് വിശ്വസിക്കുകയാണ്. ഇപ്പൊ ഒരു ലോ മേക്കിംഗ് നടത്തുന്ന നിയമസഭയാണ്. ആ ലോ മേക്കിംഗ് ബോഡിക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡിബേറ്റ് വരുമ്പം സ്വാശ്രയ കള്ളക്കാരെ നിലക്ക് നിർത്താൻ വേണ്ടി ഈ പറയുന്ന കോൺഗ്രസ് കോൺഗ്രസ് കൂടെ നിൽക്കുമെങ്കിൽ അത്തരം ഒരു നിയമനിർമ്മാണത്തിലേക്ക് ഈ സർക്കാർ പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്തരം ഒരു നിയമനിർമ്മാണത്തിന് വേണ്ടി സഭക്കകത്ത് ഞാൻ ഉൾപ്പെടെ ശക്തമായ രീതിയിൽ ശബ്ദം വെക്കുകയും ചെയ്യാം. 2, BJP പറയുന്ന സ്വാശ്രയ ലോബിക്ക് എതിരാണെങ്കിൽ ഇന്ന് സെൻട്രൽ ഗവൺമെന്റ് BJPയുടേതാണ്. സ്വാശ്രയ നിയമ നിർമ്മാണത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ അധികാരമേറ്റ് 9 മാസം ആവുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഈ സർക്കാരിനെ തെറ്റായി ചിത്രീകരിക്കാനെന്ന് താങ്കൾ പറയാൻ പോകുന്ന മഹിജയുടെ ചിത്രം ദൃശ്യമാധ്യമങ്ങളിലും പത്രങ്ങളിലും വരുന്നത്. അവിടെയാണ് പിണറായി വിജയൻ ഒരു പക്ഷത്തും MA ബേബിയും കാനം രാജേന്ദ്രൻ മറുപക്ഷത്തും നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ പറയുന്ന ഒരു വലിയ ചിത്രം ഉയർത്തിക്കാണിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് കേരളത്തിലെ പ്രതിപക്ഷത്തെ മാത്രം ഉദ്ദേശിച്ചായിരിക്കില്ല, MA ബേബിയെ അടക്കമായിരിക്കും. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ പോലീസിന്റെ അതിക്രമം ഉണ്ടായി എന്ന MA ബേബിയുടെ ഫേസ്ബുക്ക് പരാമർശത്തോട് അങ്ങനെ എന്ത് ധാർഷ്ട്യമാണ് പോലീസ് കാണിച്ചത് എന്ന് MA ബേബിയോട് തന്നെ ചോദിക്ക് എന്ന് പിണറായി വിജയന് പറയേണ്ടി വന്നത്. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യം ചർച്ച ചെയ്യുമ്പം ഞങ്ങൾക്ക് ആ ചർച്ചയിലേക്ക് എത്തണമെങ്കിൽ ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കേണ്ടി വരും. അത് നികേഷേട്ടൻ അറിയാത്തതല്ല. നിങ്ങൾക്കിത് ഒരുപക്ഷെ ഞങ്ങളൊക്കെ പൊതുരംഗത്തേക്ക് ഇതിനേക്കാൾ മുമ്പ് നിങ്ങൾ ഇന്ന് കേരളത്തിലെ ജീവിച്ചിരിപ്പുള്ള സീനിയർ വിഷ്വൽ മീഡിയ ജേർണലിസ്റ്റാണ്. അപ്പം നിങ്ങൾക്കറിയാത്തതല്ല, ഞങ്ങൾക്കൊരു വാദം പറയുമ്പം ആ വാദവുമായി ബന്ധപ്പെട്ട അനുബന്ധ ഭാഗങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ അനുബന്ധ ഭാഗങ്ങൾ പറയുമ്പോൾ അനുബന്ധ ഭാഗം പറയാൻ പാടില്ല.
ഇന്നത് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറയുന്ന രീതി. നിങ്ങളെപ്പോലെ ഒരു സീനിയർ ജേർണലിസ്റ്റ് അങ്ങനെ സംസാരിക്കണം. ഞങ്ങളൊക്കെ നിങ്ങളുമായി കമ്പയർ ചെയ്യുമ്പം വളരെ ജൂനിയർ ആളുകളാണ്. അപ്പോൾ ഇങ്ങനൊരു ഉത്തരം ഞങ്ങൾ പറയാൻ ശ്രമിക്കുമ്പം ഉത്തരത്തിലേക്ക് ഞങ്ങൾക്ക് എത്തുമ്പോൾ വേറെ ചില അനുബന്ധമായ ഉത്തരങ്ങൾ കൂടി പറയേണ്ടി വരും. സ്വാശ്രയ ഇഷ്യൂ ആണ് ഇതിന്റെ റൂട്ട് കോസ് സ്വാശ്രയമാണ്. ഈ സ്വാശ്രയ മേഖലയിലെ പ്രശ്നം കൂടി പരിഹരിക്കപ്പെടണമല്ലോ. ഇനി ജിഷ്ണുമാരുണ്ടാകാൻ പാടില്ലല്ലോ. ഒരു ജിഷ്ണു നഷ്ടപ്പെട്ടു, ആ മഹിജയുടെ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങൾ. അതുകൊണ്ട് ഒരു ജിഷ്ണു ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ കോൺഗ്രസിനും UDF-നും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് കൂടേണ്ടത് ഞങ്ങളുടെ കൂടെയാണ്. ആ ഒരു ലോ മേക്കിങ്ങിൽ അവർ കൂടെ നിൽക്കുമോ അത് ഒരു ഉത്തരം പറയാം. രണ്ടാമത്തെ കാര്യം MA ബേബിയുടെ ചോദ്യമാണ്. MA ബേബിയുടെ ചോദ്യത്തിനും കാനത്തിന്റെ ചോദ്യത്തിനും ഞാൻ വളരെ ജൂനിയർ ആയോളാണ്. അതിന് ഉത്തരം പറയാൻ എന്നെ കൊണ്ടാവുന്നതല്ല. കാരണം അവർ വളരെ സീനിയർ പൊളിറ്റീഷ്യൻസ് ആണ്, ഇന്ത്യയിലെ CPI-ന്റെ സീനിയർ ലീഡേഴ്സ് ആണ്. അപ്പോൾ അത് സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. സംസ്ഥാന സെക്രട്ടറി അഭിപ്രായം പറയുമെന്ന് പ്രതീക്ഷിക്കാം. മുഖ്യമന്ത്രി ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചതിന് വീണ്ടും പറഞ്ഞേക്കാം. അല്ലെങ്കിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി, പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ് സഖാവ് MA ബേബി, ജനറൽ സെക്രട്ടറിയോട് നിങ്ങൾക്ക് ചോദിക്കാം. ആ ഒരു ചോദ്യം ഈ പാർട്ടിയുടെ ഏറ്റവും പക്ഷേ ശ്രീജിത്ത്, ഇവിടെ MA ബേബി തുറന്നു പറയുന്നു ഫേസ്ബുക്കിലൂടെ, കാനം രാജേന്ദ്രൻ സൗണ്ട് ബൈറ്റിലൂടെ തുറന്നു പറയുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ സമരമുഖത്തുള്ള ശ്രീജിത്ത് അടക്കമുള്ളവരോട് ഇവരെല്ലാം സംവദിക്കുന്നുണ്ടാകണം. ഇന്ന് രാവിലെ VS അച്യുതാനന്ദൻ പോലും ശ്രീജിത്തിനെ വിളിച്ചു എന്നാണ് പറയുന്നത്. അത് ഇടതുപക്ഷത്ത് നിന്ന് തന്നെ LDF സർക്കാർ കാണിച്ച പോലീസ് അതിക്രമത്തോട് വലിയ വിയോജിപ്പുള്ളവരാണ് എന്ന നിലയിലാണോ താങ്കൾക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ? അതെ, ഞങ്ങളുടെ വലിയ സഖാക്കൾ, മുതിർന്ന സഖാക്കൾ, ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് സഖാവ് VS അച്യുതാനന്ദൻ ഉൾപ്പെടെ ഇന്ന് മഹിജയെ വിളിച്ചു, ഞങ്ങളുടെ കുടുംബത്തിന് പിന്തുണ അറിയിച്ചു. സഖാവ് AK ബാലൻ വിളിച്ചു, എല്ലാ പിന്തുണയും അറിയിച്ചു. ഈ ഘട്ടത്തിലൊക്കെ ഞങ്ങളുടെ പ്രയാസങ്ങൾ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തുമെന്ന് സഖാവ് AK ബാലൻ ഞങ്ങൾക്ക് ഉറപ്പ് തന്നു. ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം അക്കാര്യങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് പിണറായിയെ അറിയിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. AK ബാലൻ സഖാവ് പിണറായിയുമായി സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ സത്യസന്ധത, ഞങ്ങളുടെ ആവശ്യം ബോധ്യപ്പെടുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇക്കാര്യത്തിൽ ശ്രീജിത്ത്, മുഖ്യമന്ത്രിയുടെ പ്രസംഗം, ചേളാരി പ്രസംഗം ഇന്ന് താങ്കൾ കേട്ട് കാണുമല്ലോ. ആ ചേളാരി പ്രസംഗത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പിണറായി വിജയൻ വ്യക്തമാക്കുന്നത് മഹിജയ്ക്കൊപ്പമാണ്, അല്ലെങ്കിൽ ജിഷ്ണു പ്രണോയുടെ കുടുംബത്തിനൊപ്പമാണ് സർക്കാർ. ഇതുവരെ ചെയ്ത കാര്യങ്ങൾ മാത്രമല്ല, ഇനിയും സർക്കാരിൻ്റെ മനസ്സ് ജിഷ്ണു പ്രണോയ്ക്കൊപ്പമാണ് എന്നതാണ്. ശരിയാണ്, അസ്വാഭാവികം എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ സംഭവിക്കാൻ പാടില്ല എന്ന് DGP പോലും പരാമർശിച്ച ആ കാര്യങ്ങൾ മറന്ന് സർക്കാരുമായി സഹകരിച്ചു പോകാനാണോ അതോ സമരം തുടരാനാണോ നിങ്ങളുടെ നീക്കം? ഞങ്ങൾ സഖാവ് പിണറായി സഖാവുമായി സഹകരിച്ചു പോകും. പക്ഷേ ഈ പോലീസുകാർ ഞങ്ങളുടെ കുഞ്ഞിനെ കൊന്നവരെ ഒന്ന് അറസ്റ്റ് ചെയ്തു തരണം. ഞങ്ങളുടെ പെങ്ങൾ ഉറങ്ങണമെങ്കിൽ, അവളൊന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ കേസിലെ മറ്റു 3 പ്രതികൾ ഇക്കാര്യത്തിൽ പുതിയൊരു IPS ഉദ്യോഗസ്ഥനെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയും 2 ആഴ്ചക്കുള്ളിൽ ഈ പ്രവീണിനെയും ശക്തിവേലിനെയും പിടിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു പുതിയ ഡെവലപ്മെന്റായി കുടുംബം കാണുന്നുണ്ടോ ശ്രീജിത്ത്? ഒരിക്കലുമില്ല. ഈ DGP ലോക്നാഥ് ബെഹ്റ ഞങ്ങൾക്ക് ഇനിയൊരു വാക്ക് തന്നാലും വിശ്വസിക്കാൻ കഴിയില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്ന വാക്കിന്റെ കാര്യം അദ്ദേഹം വ്യക്തമാക്കട്ടെ. എന്ത് സംഭവിച്ചു? കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം അക്ബർ എന്ന് പറയുന്ന ഒരു IPS ഉദ്യോഗസ്ഥരെയും 1 ടീമിനെയും ഉപയോഗിച്ച് അരിച്ചുപെറുക്കുന്നു എന്ന് പറഞ്ഞത്. പിന്നെ എന്തു സംഭവിച്ചു? അതിന് തൊട്ടു മുമ്പേ വിജയകുമാർ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥൻ തന്നെയാണ് അന്വേഷിച്ചിട്ടുള്ളത്. അതിന് തൊട്ടു മുന്നേ 3 DYSPമാർ അന്വേഷിച്ചു. ഇത് എവിടെയാണ് പിഴവ്? ആരാണ് സംരക്ഷിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട കാര്യം, SFI സംസ്ഥാന പ്രസിഡന്റ് ജെയ്ക് സി തോമസ് നമ്മോടൊപ്പം ഉണ്ട്. ജെയ്ക് സി തോമസ് SFI-കാരനായിരുന്നു ജിഷ്ണു പ്രണോയ്. അങ്ങനെ ഒരു SFI-കാരനായ ജിഷ്ണു പ്രണോയിയുടെ മരണത്തിൽ അവരുടെ കുടുംബാംഗങ്ങളല്ല യഥാർത്ഥത്തിൽ പോയി DGPയുടെ ഓഫീസിന് മുന്നിൽ സമരം നടത്തേണ്ടത്. പകരം SFI എന്ന പ്രസ്ഥാനം തന്നെയാണ്. അതിനുള്ള കരുത്തും SFI-ക്കുണ്ട്. എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഈ മണിക്കൂറിലെ ചോദ്യമല്ലേ?
ശ്രീ ഷംസീർ, താങ്കളുടെ മറുപടി അതിന്. എന്തുകൊണ്ട് ഈ കുടുംബത്തിനൊപ്പം നിങ്ങളാരുമില്ല? ഡിവൈഎഫ്ഐ സംസ്ഥാന നേതാവായിട്ടുള്ള താങ്കൾക്ക് കൂടി ഉത്തരവാദിത്തമുണ്ട് ജിഷ്ണു പ്രണോയിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന് നീതി കിട്ടുന്നതിനുള്ള സമരത്തിൽ പങ്കുചേരാൻ. സമരം എന്നത് നികേഷ് ഏട്ടാ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെറും സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയിരിക്കലും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ DGP ഓഫീസിൽ മാത്രം പോക്കാണോ? അല്ല. എനിക്ക് എൻ്റെ നെഞ്ചത്ത് കൈവച്ച് മനസാക്ഷി സത്യം ചെയ്തുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും, ഈ ജിഷ്ണു പ്രണോയിയുടെ മരണം നടന്ന ആ ഘട്ടം മുതൽ ഈ നിമിഷം വരെ ഈ കേസ് ഫോളോ ചെയ്ത ഒരാളാണ് ഞാൻ. ഈ കേസ് ഫോളോ ചെയ്തിട്ടുണ്ട് ഞാൻ. ഈ കേസിനകത്ത് അബ്സ്കോണ്ടിംഗ് ആയ പ്രതികളെ പിടിക്കണം എന്ന രീതിയിലേക്ക് ഉന്നത ഉദ്യോഗസ്ഥരുമായി ഓരോ ഘട്ടത്തിൽ ഇടപെടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഈ കേരള പോലീസിന് വരെ പിടിക്കാൻ സാധിക്കും. ഈ കേസിന്റെ തുടക്കം മുതൽ ഞാൻ പറയട്ടെ, ജനുവരി 6 മുതൽ ഞാൻ ഉണ്ടായിട്ടില്ല. പക്ഷേ ഏതാണ്ട് ഒരു ജനുവരി 10-ാം തീയതിയോട് കൂടി മുതൽ ഈ ദിവസം വരെ ഈ കേസ് ഫോളോ ചെയ്ത ഒരാളാണ് ഞാൻ. എൻ്റെ മനസാക്ഷിക്ക് ബോധ്യമുണ്ട്. എനിക്കിപ്പോൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എൻ്റെ കയ്യിൽ മാന്ത്രിക വടികളൊന്നുമില്ല. പക്ഷെ എനിക്കൊരു ബോധ്യമുണ്ട്, ഈ കേസിന്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ ഈ വിഷയത്തിന്റെ ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് സംവിധാനങ്ങളുണ്ടല്ലോ. നിങ്ങൾക്ക് ഈ പറയുന്ന ശ്രീജിത്തിന് ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി നല്ല റാപ്പോർട്ടാണല്ലോ. DGPയുമായി നല്ല റാപ്പോർട്ട് ശ്രീജിത്തിനുണ്ട്. IG അജിത് കുമാറുമായി ശ്രീജിത്തിന്റെ റാപ്പോർട്ടുണ്ട്. കിരൺ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥയുമായി ശ്രീജിത്തിന്റെ റാപ്പോർട്ടുണ്ട്. ശ്രീജിത്ത് അന്വേഷിക്കട്ടെ, ഈ കേസിനകത്ത് DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലക്ക് ഞാൻ ഇടപെട്ടോ ഇല്ലേ എന്നുള്ളത്. സ്പെഷ്യൽ ഇതിനകത്ത് വളരെ കൃത്യമായി ഓരോ ഘട്ടത്തിലും വകുപ്പും പോലീസും ഇവിടെ നിങ്ങൾ 2 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടാവും. ഒന്ന്, ഒരു മന്ത്രിയുടെ ലൈംഗിക സംഭാഷണം സംബന്ധിച്ച് വളരെ ദ്രുതഗതിയിലുള്ള നടപടികളുണ്ടായി. ഒരു സിനിമാ നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ചടുലമായിട്ടുള്ള നീക്കങ്ങളുണ്ടായി. ഇതൊക്കെ തന്നെയും വളരെ ഒരു ചെറിയൊരു കേസ് എന്നുള്ള നിലയിലാണ്. അതിൽ 1-2 പ്രതികൾ മാത്രമേ ഉള്ളൂ എന്നതിനാലാണ്. ഇതിൽ അതല്ല പരിശോധിക്കേണ്ടത്. ഇതിലൊരു സ്വാശ്രയ മാനേജ്മെൻറ്റ് ഏതൊക്കെ നിലയിലാണ് കുട്ടികളെ പീഡിപ്പിക്കുന്നത്, അതിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ വളരെ വിശദമായി ഉന്നയിച്ചിട്ടുള്ളതാണ്. അതിനപ്പുറത്തേക്ക് 2 പ്രതികളെ കിട്ടാനുണ്ട്. അത് കിട്ടാതിരിക്കാനുള്ള കാരണവും എനിക്ക് തോന്നുന്നു ശ്രീജിത്തിനറിയാം. തമിഴ്നാട്ടിലും കേരളത്തിലും ഒരേപോലെ വ്യാപിച്ചു കിടക്കുന്ന പ്രസ്ഥാനമാണ് നെഹ്റു കോളേജ്. തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒളിപ്പിച്ചിരിക്കുകയാണെങ്കിൽ പിടികൂടാൻ അല്പം ബുദ്ധിമുട്ടാണ്. ആ 2 പേരെ പിടികൂടുന്നില്ല എന്നതൊഴിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ പോലീസ് കൃത്യമായ നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് സംശയിക്കാൻ നമുക്ക് കാരണങ്ങളില്ല. ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പോയി കൊടുത്ത നിവേദനത്തിൽ 5 ആവശ്യങ്ങളുണ്ട്. ഒന്ന്, ഈ കേസിൽ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിൽ അട്ടിമറിച്ച ജ്ഞാനശേഖരൻ ഉൾപ്പെടെയുള്ള പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുക. ജ്ഞാനശേഖരനെതിരെ നടപടിയെടുത്തു, ഞങ്ങളുടെ കേസിലല്ല, മറ്റൊരു കേസിലാണ്. അതോടൊപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിച്ച തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിദഗ്ധർക്കെതിരെ നടപടിയെടുക്കുക. ഈ ഒരു സത്യം ഞാൻ പറയട്ടെ, കഴിഞ്ഞ ആഴ്ച ഞാനിപ്പോൾ കിടക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗത്തിലെ ഡോക്ടർമാർ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു രേഖ നൽകിയിട്ടുണ്ട്. നിങ്ങൾ പരിശോധിക്കണം. അതിൽ പറയുന്നത് തൃശൂർ മെഡിക്കൽ കോളേജിൽ വലിയ തിരിമറി നടന്നു എന്നാണ്. ഇവിടുത്തെ ഡോക്ടർമാരാണ് അന്വേഷണ സംഘത്തിന് പറഞ്ഞത് ജിഷ്ണു മരിക്കുന്നതിന് മുമ്പായി ഉണ്ടായ മുറിവുകളാണ് അത് എന്ന സത്യം. ജിഷ്ണുവിനെ കൊലപാതകമാണ്, ഇതൊരു കൊലക്കേസായി രജിസ്റ്റർ ചെയ്യണമെന്ന വാശി ഞങ്ങൾ പിടിക്കുന്നില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് തെളിവ് സഹിതം പുറത്തു വരും. ഞാൻ ചോദിക്കട്ടെ, 27-ാം തീയതി ഞങ്ങൾ ഉന്നയിച്ചത് ജിഷ്ണു കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാനല്ല, ഒരു പ്രതിയെയെങ്കിലും അറസ്റ്റ് ചെയ്യാനാണ്. അന്ന് സമരം മാറ്റിവെച്ച് ഞങ്ങൾ 5-ാം തീയതിക്ക് സമരത്തിന് പുറപ്പെടുന്ന 4-ാം തീയതി വൈകിട്ട് വരെ കാത്തിരുന്നു കൃഷ്ണദാസിനെ ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുത്തി സൽക്കരിക്കാൻ. അദ്ദേഹത്തെ EC ചെയറിൽ ഇരുത്തി അദ്ദേഹത്തെ വിട്ടയക്കാൻ ഞാൻ അതൊന്നും പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ട് ഞാൻ അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കൃഷ്ണദാസിനെ 24 മണിക്കൂർ ചോദ്യം ചെയ്യാൻ നിയമപരമായി പോലീസിന് അവകാശമുണ്ട്. ഈ സമയത്തിനകത്ത് കൃഷ്ണദാസിനോട് ചോദിക്കാം, നിങ്ങളുടെ കോളേജിലെ ഇടിമുറിയിൽ ജിഷ്ണുവിന്റെ ചോര എങ്ങനെ വന്നു ചോദിക്കാമായിരുന്നില്ലേ? അദ്ദേഹത്തെ ഇടിമുറിയിൽ കൊണ്ടുപോയി തെളിവെടുക്കാമായിരുന്നില്ലേ? ഇതൊക്കെ ചെയ്തില്ല എന്ന്
ഞങ്ങളോട് പറഞ്ഞു തരുന്നത് കേരളത്തിലെ നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഇതൊക്കെ കുറിച്ച് വലിയ വിവരമൊന്നും എനിക്കില്ല. പോലീസ് സേനയിൽ രണ്ട് വിഭാഗം, ഒന്ന് താങ്കളിലേക്ക് വരികയാണ്. ഇവിടെ ശ്രീജിത്ത് ഉന്നയിക്കുന്ന വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വാശ്രയ മാനേജ്മെന്റുകളുടെ ക്രൂരപീഡനത്തിന്റെ പ്രതീകമായി മാറിയ നെഹ്റു കോളേജിന്റെ ചെയർമാൻ കൃഷ്ണദാസിനെ ചോദ്യം ചെയ്യാൻ കഴിയും 24 മണിക്കൂർ. ആ 24 മണിക്കൂറിനുള്ളിൽ ചോദിക്കേണ്ട ചോദ്യങ്ങളോ അല്ലെങ്കിൽ എന്താണ് കൃഷ്ണദാസിൽ നിന്ന് ലഭിക്കേണ്ടിയിരുന്നത് അത് ലഭിക്കാൻ പോലീസ് ആത്മാർത്ഥമായി ഇടപെട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. കൃഷ്ണദാസിൽ നിന്ന് ഒരുപക്ഷെ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പോലീസിൻ്റെ ബുദ്ധിമുട്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രതികളാണ് ശക്തിവേലും പ്രവീണും. ഇവരാണ് ജിഷ്ണു പ്രണോയുമായി നേരിട്ട് ഇടപെട്ടത്. ജിഷ്ണു പ്രണോയ് ആത്മഹത്യ ചെയ്തതാണോ അതോ ജിഷ്ണു പ്രണോയെ കൊന്ന് കെട്ടിത്തൂക്കിയതാണോ തുടങ്ങിയ കാര്യങ്ങൾ പോലും അന്വേഷിച്ചറിയേണ്ടത് ഇവരുടെ ഭാഗത്തു നിന്നാണ്, അല്ലെങ്കിൽ ഇവരിൽ നിന്നാണ് അത് അറിയേണ്ടത്. അതിന് ഉള്ള വലവിരിക്കൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ പോലീസ് യഥാർത്ഥത്തിൽ ഇവർക്കൊപ്പം ചേരുകയാണോ എന്ന സംശയം. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം എനിക്ക് ആവർത്തിക്കേണ്ടി വരുന്നത്. ശ്രീ ജെയ്സി തോമസ്, ഈ കാര്യത്തിൽ സമരം ചെയ്യേണ്ടത് ജിഷ്ണു പ്രണോയിയുടെ അമ്മയല്ല, പകരം SFI എന്ന പ്രസ്ഥാനമാണ്. അതിൽ നിന്ന് നിങ്ങൾ പിൻവലിയുന്നത് എന്തുകൊണ്ട്? ശ്രീ നികേഷ്, ജിഷ്ണു പ്രണോയുടെ മരണത്തിൽ ഏറ്റവും കൂടുതൽ രക്തരൂക്ഷിതമായ സമരങ്ങൾ തന്നെ കേരളത്തിൻ്റെ കലാലയങ്ങൾക്കുള്ളിൽ, കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ ഉയർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനം SFI ആയിരുന്നു. ജിഷ്ണു പ്രണോയുടെ അമ്മയുടെ കണ്ണീരിനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും ഏറ്റവും കൂടുതൽ സങ്കീർണമായ സമയങ്ങൾ ചെലവഴിക്കുന്നത്. പക്ഷേ ജിഷ്ണു പ്രണോയുടെ അമ്മ ഇതിനേക്കാൾ കൂടുതൽ അലമുറയിട്ട് കരഞ്ഞ ദിവസം 3 ദിവസം തുടർച്ചയായ ആ വീട്ടിലുണ്ടായിരുന്ന ആളുകളായിരുന്നു ഞാനും SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും. ഞങ്ങൾ ആ കണ്ണീര് കണ്ടതിന് ശേഷമാണ് പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് കേരളം കണ്ട ഏറ്റവും വലിയ ഉജ്ജ്വലമായ വിദ്യാർത്ഥി സമരം ആ എഞ്ചിനീയറിംഗ് കോളേജ് SFI നേതൃത്വത്തിൽ കേന്ദ്രമാകുന്നത് അതിനുശേഷമായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ കണ്ടതുപോലെ കേരളത്തിലെ മുഴുവൻ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിലും വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ വേലിയേറ്റം ഉണ്ടാവുകയും എല്ലാ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളും ജനാധിപത്യ കലാലയങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തത് അതിനുശേഷമായിരുന്നു. ഈ ഘട്ടത്തിലൊക്കെ ഇന്നലെ ഈ സംഭവം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ വരെ ഞങ്ങൾ സംശയരഹിതമായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ ജിഷ്ണുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ്. ജിഷ്ണുവിൻ്റെ കാതകരായിട്ടുള്ള അവസാനത്തെ ആളും കൽത്തുറങ്കിൽ അടയ്ക്കപ്പെടുന്നിടം വരെ ആ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സാർത്ഥകമായ സമരങ്ങൾക്കകത്ത് ഞങ്ങൾ ആ കുടുംബത്തോടൊപ്പം നിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ മുമ്പ് സൂചിപ്പിച്ച പോലെ രജനി എസ് ആനന്ദ് ഉൾപ്പെടെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇതേപോലെയുള്ള സമാനമായ രക്തസാക്ഷിത്വങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിച്ച സർക്കാർ സ്വീകരിച്ച നടപടി ആയിരുന്നില്ല. ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇത്തരത്തിലൊരു രക്തസാക്ഷിത്വം കേരളത്തിന്റെ ക്യാമ്പസുകളിൽ ഒന്നിലുണ്ടായപ്പോൾ സ്വീകരിക്കുന്നത് കേരളത്തിലെ സ്വാശ്രയ കോളേജുകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഒരു നേതാവ് മാത്രമല്ല കൃഷ്ണദാസ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരമേൽക്കുമ്പോഴുള്ള പരിമിതികൾ, പക്ഷേ അത് വ്യാപകമായി നിങ്ങൾക്കെതിരെ SFIക്കെതിരെ ഉപയോഗിക്കപ്പെടും എന്ന കാര്യത്തിൽ ധാരണ വേണം. ഇവിടെ നജീബിൻ്റെ ഉമ്മയെ സമാനമായ രീതിയിൽ ദില്ലിയിലെ തെരുവുകളിൽ നിന്ന് അവിടുത്തെ പോലീസ് എടുത്തുകൊണ്ടുപോകുമ്പോൾ ഇവിടെയുള്ള ഇടതുപക്ഷക്കാർ പറഞ്ഞത് ഇത് എൻ്റെ സംസ്ഥാനത്ത് നടക്കില്ല എന്നാണ്. പക്ഷേ അത് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ പോലും നടക്കുന്നു എന്നുള്ളത് അവഹേളനപരമായി കാണണ്ടേ? അതാണ് ഇന്ന് MA ബേബിയുടെയും അതുപോലെ കാനം രാജേന്ദ്രൻ്റെയും പ്രസ്താവനകൾ എന്ന് SFI തിരിച്ചറിയുന്നില്ലേ? ഞങ്ങൾ സ്വതന്ത്രമായി തന്നെ ഞങ്ങളുടെ നിലപാട് ഈ വിഷയമുണ്ടായ ഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ച സംഘടനയാണ് SFI. ഈ സർക്കാർ ഭരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഭരണസ്ഥിര കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലേക്ക് വിദ്യാഭ്യാസ മേഖലയിലെ വിഷയം ഉന്നയിച്ചുകൊണ്ട് മാർച്ച് ചെയ്തത് 2-3 തവണയായിരുന്നു. ഞങ്ങൾ ഇവിടെ ആര് ഭരിക്കുന്നു അല്ലെങ്കിൽ ഇതൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണമാണ് എന്നുള്ളത് ഒരു അനിവാര്യമായ സമരത്തിൽ നിന്നും ഞങ്ങളെ പിന്നോട്ടടിപ്പിക്കുന്ന ഒരു ഘടകമായി ഇതേവരെ ഉയർന്നു വന്നിട്ടില്ല. ഈ ജിഷ്ണു പ്രണോയ് തന്നെ ഞങ്ങൾക്ക് എനിക്കും SFI സംസ്ഥാന സെക്രട്ടറിക്കും സ്വകാര്യമായി വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത് സാങ്കേതിക സർവകലാശാല പരീക്ഷ മാറ്റിവെക്കുന്നതിന് വേണ്ടി SFI സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ
മാർച്ചിനെ തുടർന്ന് ഉയർന്നു വന്ന സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ജിഷ്ണു പ്രണോയ് അടക്കം ആ ക്യാമ്പസിൽ സമര മുന്നേറ്റത്തിന്റെ ഭാഗമായി വരുന്നത്. അന്ന് ഞങ്ങൾ സമരം ചെയ്തത് ഈ സർക്കാരിനെതിരെ തന്നെയായിരുന്നു. അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ജിഷ്ണു പ്രണോയ് അവിടുത്തെ മാനേജ്മെന്റിനെതിരെ സമരം നടത്തുന്നു, അല്ലെങ്കിൽ സമരാഹ്വാനം നടത്തുമ്പോൾ ആ മാനേജ്മെന്റ് ജിഷ്ണു പ്രണോയിയെ ശത്രുവായി പ്രഖ്യാപിക്കുന്നു, പിന്നീട് ഗൂഢാലോചന നടത്തി കൊല്ലുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഒരു KSUക്കാരൻ്റെയോ ABVP-കാരൻ്റെയോ കുത്തേറ്റ് മരിക്കുന്ന SFI-കാരനേക്കാൾ വലിയ രക്തസാക്ഷിത്വ പദവി നൽകി ആ കുടുംബത്തോടൊപ്പം നിൽക്കേണ്ടത് ജിഷ്ണു പ്രണോയിയുടെ മരണത്തിന് പകരം വീട്ടേണ്ടത് SFI അല്ലേ എന്നായിരുന്നു എൻ്റെ ചോദ്യം. ഞാൻ തിരിച്ചെത്താം. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇവിടെ SFI-ക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ ഈ സ്വാശ്രയ കോളേജുകൾക്കെതിരായ സമരവുമായി ബന്ധപ്പെട്ട ഒരു പാരമ്പര്യമുണ്ട്. ശരിയാണ്, ഇപ്പോൾ സർക്കാർ രൂപീകരിക്കുന്നു, അതിനുശേഷം ഉണ്ടാകുന്ന ഒരു മരണം എന്നുള്ള നിലയിൽ പോലീസ് അന്വേഷകർക്ക് വീഴ്ച പറ്റുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അക്കാര്യത്തിൽ കൂടുതൽ എടുത്തുചാട്ടത്തിന് കഴിയാതിരിക്കുന്നു SFI-ക്കും CPM-നും. പക്ഷേ അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ വെറും കഴുതക്കണ്ണീരോ അല്ലെങ്കിൽ മുതലക്കണ്ണീരോ അല്ലേ ഇതിനെതിരെ ഒരു സമരവും നടത്താത്ത UDF-ന് BJP-ക്ക് എങ്ങനെ ഈ രക്തസാക്ഷിത്വത്തിൻ്റെ മറപറ്റി നിന്നുകൊണ്ട് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ കഴിയും? എന്ത് അപഹാസ്യമാണ് SFI-യുടെ DYFI-യുടെ നിലപാട് ഈ പൊതുസമൂഹം വിലയിരുത്തുന്നത്. ഇവർ വിചാരിക്കുന്നത് ഇവർ കണ്ണടച്ചിരിക്കുന്നതെല്ലാം ജനം അങ്ങ് വിശ്വസിക്കുമെന്നാണോ? സ്വാശ്രയ കോളേജുകൾ സംബന്ധിച്ച് സമരത്തിന്റെ വീരനായകന്മാരാണ് എന്ന് പറയുന്നു. കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ പേരിൽ നിങ്ങൾ കാണിച്ചു കൂട്ടിയ നാടകങ്ങളൊക്കെ കേരളം കണ്ടിട്ട് കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ ഘാതകനെന്ന് നിങ്ങൾ വിളിച്ചാക്ഷേപിച്ച അദ്ദേഹത്തിന്റെ മകനായ താങ്കളെ അടക്കം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാക്കിയവർക്ക് എന്ത് സമരപാരമ്പര്യം പറയാനുള്ളത്? മാത്രമോ ഈ അങ്ങനെയാണെങ്കിൽ സ്വാശ്രയ കോളേജുകൾ പിന്നീട് ഇവർ ആരംഭിക്കരുതായിരുന്നല്ലോ. ഇപ്പൊ റൂട്ട് കോസ് സ്വാശ്രയ കോളേജ്, അതുകൊണ്ട് സ്വാശ്രയ കോളേജെല്ലാം അടച്ചുകൂട്ടാൻ ഷംസീർ പറയുമ്പോൾ ഇവിടെ ജിഷ്ണു പ്രണോയിയുടെ ഘാതകരൊക്കെ പിടിക്കണമെന്നാണ് പറയുന്നത്. എന്തിനാ കൃഷ്ണദാസിന് മുന്നേ മുട്ടുപടക്കുന്നെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ സ്വാശ്രയ സമരം ഇപ്പോൾ നടന്നാൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കുത്തനെ കൂട്ടി സ്വാശ്രയ ഫീസ് കോളേജുകൾ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ UDF-ന്റെ MLA-മാർ നിരാകരം കിടന്നപ്പോൾ പ്രതിപക്ഷ നേതാക്കന്മാരുടെ മുന്നിൽ വന്ന് സ്വാശ്രയ മാനേജ്മെന്റ് അസോസിയേഷൻ ഉറപ്പ് കൊടുത്തു ഫീസ് പിൻവലിക്കാൻ തയ്യാറാണെന്ന്. പക്ഷേ അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച് വരട്ടിയപ്പോൾ അത് തിരിച്ചു പറഞ്ഞുകൊണ്ട് ആ സമരത്തെ തകർത്തതിന്റെ പാരിതോഷികമായിട്ടല്ലേ കൃഷ്ണദാസിനെ ഇപ്പൊ പിടിച്ച് സ്വതന്ത്രമായി വിടുന്നത്, കാവലിൽ നിന്ന് പോലീസ് കാവലിൽ നിന്ന് സംരക്ഷിക്കുന്നത്? അത് കേരളത്തിലെ ജനതയ്ക്ക് എല്ലാം മനസ്സിലാവും. പിന്നെ IG മനോജ് എബ്രഹാം അഴിമതി കേസ് പെട്ട് ആ കേസിൽ നിന്ന് ഊരാൻ പറ്റാതെ നിൽക്കുക. ശ്രീ പിണറായി വിജയന്റെ പ്രീതി സമ്പാദിച്ച് ആ കേസിൽ നിന്ന് ഊരിപ്പോകാൻ വേണ്ടിയിട്ടല്ലേ ഇത്രയേറെ ധാർഷ്ട്യം കാണിച്ചത്? ഗുണ്ടയെ പോലെ ഇന്നലെ പാവം പിഞ്ചു KSUക്കാരെ മുന്നിൽ ധാർഷ്ട്യം കാണിച്ചത് ഒരു IG-ക്ക് ചേർന്ന നടപടിയാണോ? ഇന്നും അദ്ദേഹം സർവീസിൽ ഇരിക്കുകയല്ലേ. എന്ത് സമരപാരമ്പര്യം? SFI-യും DYFI-യും ശ്രീ മന്ത്രി ബാലനും സഖാവ് VS അച്യുതാനന്ദനും എല്ലാം ജിഷ്ണു പ്രണോയിയുടെ കൂടെ ഉണ്ട്. എങ്കിൽ പിന്നെ എന്താ ഘാതകരെ പിടിച്ചൂടെ? ഇത് കോൺഗ്രസ്സുകാരൊന്നുമല്ലല്ലോ കേരളം ഭരിക്കുന്നത് ശ്രീ പിണറായി വിജയനല്ലേ. എന്തിന് മഹിജ എന്ന് പറയുന്ന അമ്മ ഒറ്റ കാര്യമേ കേരളത്തിന്റെ ഗവൺമെന്റിനോട് ചോദിക്കുന്നുള്ളൂ. അത് കോൺഗ്രസിനോ അല്ല UDF-നോ വേറെ ഒരു സംഘടനയ്ക്ക് ഒരു കാര്യമില്ല. ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്വം കുറ്റവാളികളെ പിടിക്കുക, നിയമം നടപ്പിലാക്കാനും നീതി നിർവഹണം നടത്താനുള്ള അതിനുള്ള ഉറപ്പാണ് കേരളത്തിലെ ജനങ്ങൾ അവർക്ക് കൊടുത്ത് മാൻഡേറ്റ് കൊടുത്ത് അവരെ ഭരണത്തിൽ എത്തിച്ചിരിക്കുന്നത്. അത് ചെയ്യാൻ കഴിയാഞ്ഞിട്ട് നാണക്കേട് ഉണ്ടായിട്ട് ആളുകൾ മുമ്പിൽ വന്നിരുന്ന് പഴംപുരാണം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നേരത്തെ ലോ അക്കാദമി സമരം, അതുമായി ബന്ധപ്പെട്ട് മറ്റ് സ്വാശ്രയ കോളേജുകൾക്കെതിരായിട്ടുള്ള സമരം, ഇപ്പോൾ ജിഷ്ണു പ്രണോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബാംഗങ്ങൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ചെല്ലാൻ ശ്രമിക്കുകയും അവിടെ പോലീസുമായിട്ടുള്ള കശപിശയിൽ ഇക്കാര്യത്തിൽ പിണറായി വിജയന് യാതൊരു പങ്കാളിത്തവും ഇല്ല എന്ന് മഹിജയും ശ്രീജിത്തും അടക്കം ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾക്കതിൽ താല്പര്യം രാഷ്ട്രീയമാണ്. അതായത് ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ജിഷ്ണു പ്രണോയിയുടെ കുടുംബമല്ല, BJP-യും UDF-ഉമാണ്. അല്ല, ഈ വിഷയത്തെക്കുറിച്ച് പൊതുവായി തന്നെ പറയുമ്പോൾ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതായി വരിക. ഇപ്പോൾ ഇവിടെ വന്നു നേരുന്നിട്ടുള്ള ചില നേതാക്കന്മാർ ഒരേ സമയം ഇരകളുടെ കൂടെയും വേട്ടക്കാരുടെ കൂടെയും നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് ലോ അക്കാദമി സമരം നടന്നു. ആ സമയത്ത് ഭൂമി മുതലാളിമാരുടെ കൂടെയായിരുന്നു പിണറായി വിജയൻ. ആ സമയത്ത് ഈ പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ച് നിഷ്ഠൂരമായി അടിച്ചൊതുക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞങ്ങളവിടെ ജനാധിപത്യത്തെ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിരാഹാര സമരം ആരംഭിച്ച് ഞങ്ങൾ ജനാധിപത്യ സമരത്തോടൊപ്പം തന്നെയുണ്ട്. ഈ വിഷയം അടിസ്ഥാനപരമായ വിഷയം കേരളത്തിലെ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആരുടെ കൂടെയെന്നാണ്. ആഭ്യന്തരമന്ത്രി 100% മുതലാളിമാരുടെ കൂടെയാണ്. പോലീസ് DGP എന്നൊക്കെയുള്ള സെക്കൻഡ് തിങ് ആണ്. ഇന്നലെ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇത്ര വഷളാക്കാനുള്ള മുഖ്യ പങ്കാളിത്തം വഹിച്ചിട്ടുള്ളത് പിണറായി വിജയനാണ്. AK ബാലൻ
AK ബാലിനെ കുറിച്ച് സൂചിപ്പിക്കേണ്ടത്. AK ബാലിന് നെഹ്റു കോളേജായിട്ട് ബന്ധമില്ലേ? മഹിജയെ വിളിച്ച് സമരത്തിന് അവര് വീട്ടുകാര്യമോ കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ അവിടെ പറയട്ടെ. ഞാൻ പറയുന്ന പൊതുസമൂഹത്തിന്റെ കാര്യമാണ്. AK ബാലിനെ പ്രതിക്കൂട്ടിൽ നിർത്തി തന്നെയാണ് ഞങ്ങൾ ഈ വിഷയം ആദ്യം കൈകാര്യം ചെയ്തത്. നിയമകാര്യ മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഈ ജിഷ്ണു പ്രണോയിയുടെ കേസിൽ അട്ടിമറിക്കപ്പെട്ടതിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള ഒന്നാം പ്രതി പിണറായി വിജയനാ, രണ്ടാം പ്രതി AK ബാലനാ. കാരണം AK ബാലന്റെ സഹധർമ്മിണി അവിടുത്തെ ഉദ്യോഗസ്ഥയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്ത് അടിസ്ഥാനത്തിലായിരുന്നു ഈ നെഹ്റു കോളേജിന്റെ ചെയർമാനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് നടപടിക്രമങ്ങൾ അവർ എടുത്തത്? അവിടെ ഒച്ചയും ബഹളം ഉണ്ടായില്ലേ? ജനങ്ങൾ സമരവുമായിട്ട് മുന്നോട്ട് പോയില്ലേ? ഈ SFI ഒന്നും ഞാനവിടെ കണ്ടില്ല. ഞാനവിടെ 2 ദിവസം ഉണ്ടായിരുന്നതാ. ആ സമയത്ത് ഈ നെഹ്റു കോളേജിന്റെ ചെയർമാനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കളിക്കളം ഒരുക്കിയതാരാ? പിണറായി വിജയനല്ലേ? പിണറായി വിജയന്റെ പുറകോട്ട് പോകാൻ സാധിക്കും. കേരളത്തിന്റെ ഞാൻ ചോദിക്കട്ടെ, നേരത്തെ നികേഷ് ജിയുടെ പറഞ്ഞു, ഒരു സിനിമാ നടിയുമായി ബന്ധപ്പെട്ട തെന്നിന്ത്യയിൽ അറിയപ്പെടുന്ന നടിയുടെ സംഭവം ഉണ്ടായപ്പോൾ ചാടി പോലീസ് പ്രതികരിച്ചു. ആരെ പ്രതികരിച്ചു എന്നാ പറയണേ? ഒരു ഡൂക്കിലായിരുന്ന ഒരു ഡ്രൈവറെ പിടിക്കാൻ ഏതാണ്ട് പൊന്നാവരം കോട്ട പിടിച്ചടക്കിയ പോലെ IG അവിടെ നിന്ന് പ്രഖ്യാപനം നടത്തുന്ന മുഖ്യമന്ത്രി ഒരു ഡ്രൈവറെ പിടിക്കാൻ ഇത്ര വലിയ ആളുകളുടെ ആവശ്യമുണ്ടോ? ആരെ പിടിച്ചെന്ന് പറയണേ? എല്ലാ കേസും അട്ടിമറിക്കപ്പെടുകയല്ലേ? ഈ കേസ് ഒത്തീർപ്പാക്കിയതല്ലേ? ഈ തെന്നിന്ത്യൻ നടിയുടെ കേസ് ഒത്തീർപ്പാക്കിയതല്ലേ? ഇവിടുത്തെ പോലീസ് കമ്മീഷണർ അറിഞ്ഞിരുന്നോ? ഈ DGP അറിഞ്ഞിട്ട് എത്ര മണിക്കൂർ കഴിഞ്ഞാൽ പോലീസ് കമ്മീഷണർ അറിഞ്ഞ ഏതെങ്കിലും ഒരു സംഭവത്തെ കുറിച്ച് പറ. ഷംസീറെ, 2-3 കാര്യങ്ങൾ താങ്കൾ മറുപടി പറയേണ്ടി വരും. ഒന്ന്, ലോ അക്കാദമി അടക്കമുള്ള സമരങ്ങളിൽ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ നിന്നത് ഭൂവുടമകളായിട്ടുള്ള കോളേജ് മാനേജ്മെന്റ് ഭാഗത്തു നിന്നാണ്. മാത്രമല്ല, ഇപ്പോൾ സിനിമാ നടിയുടെ കാര്യം പറയുമ്പോൾ ഒരു ഡൂക്ലി ഡ്രൈവറെ മാത്രമാണ് പിടിച്ചത്, അവിടെ അവസാനിപ്പിക്കണം അന്വേഷണം എന്ന് പിണറായി വിജയൻ ആജ്ഞാപിച്ചു എന്നാണ്. ഷിയാൻ ഷംസീർ, താങ്കളിലേക്ക് മടങ്ങി വരുമ്പോഴുള്ള ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഇങ്ങനെയുള്ള നടപടികളെല്ലാം തന്നെയും യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായക്ക് കളങ്കമേൽപ്പിക്കുകയാണ്. ഇന്നത്തെ ഹർത്താലിൻ്റെ വിജയം തന്നെ സൂചിപ്പിക്കുന്നത് പോലീസ് നടപടി തെറ്റായിപ്പോയതാണ് എന്ന് പറയുന്നത് AN രാധാകൃഷ്ണനല്ല, ബിന്ദു കൃഷ്ണയല്ല, പറയുന്നത് കാനം രാജേന്ദ്രൻ, CPI സംസ്ഥാന സെക്രട്ടറിയാണ്. അതിനു മുമ്പ് എനിക്ക് ഈ ബിന്ദു മാഡത്തോടൊരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. അത് ഞാൻ വിചാരിച്ചു നികേഷ് ഏട്ടൻ ചോദിക്കുന്നുള്ളതാണ്. ഹർത്താലിനും ബന്ദിനും എതിരായിരുന്നല്ലോ UDF. ഈ UDFന്റെയും കോൺഗ്രസിന്റെയൊക്കെ നിലപാട് ദുബായിലെ നിയമം മാറുന്ന പോലെയാണ്. ദുബായിൽ ഇന്ന് രാവിലെയുള്ള നിയമമായിരിക്കില്ല നാളത്തെ നിയമം. അതുപോലെ UDFകാർ ഹർത്താലിനെതിരെ സമരം നടത്തിയ കോൺഗ്രസ് ഇന്ന് ഹർത്താൽ നടത്തുന്നു. നിങ്ങളത് ചോദിച്ചില്ല, പോട്ടെ. ഇവിടെ എൻ്റെ കയ്യിലൊരു ദൃശ്യമുണ്ട്. ഇത് വാട്സാപ്പിനകത്തും ഫേസ്ബുക്കിലും പ്രചരിക്കുന്ന ഒരു ഫോട്ടോയാണ്. ഈ ഫോട്ടോയിൽ കാണുന്നത് V മുരളീധരൻ എന്ന BJPയുടെ ദേശീയ നേതാവിൻ്റെ ഫോട്ടോയാണ്. ആ ഫോട്ടോയിൽ കൂടെ കാണുന്നത് മറ്റാരുമല്ല, കൂടെ കാണുന്നത് കൃഷ്ണദാസ് എന്ന നെഹ്റു കോളേജിന്റെ ചെയർമാനാണ്. അപ്പോൾ വലിയ വായിൽ വന്ന് AN രാധാകൃഷ്ണൻ വാചകമടിക്കുമ്പോൾ നോക്കണം സ്വന്തം നേതാവിന് വല്ല ബന്ധമുണ്ടെന്ന്. ഞങ്ങൾക്കൊരു തരത്തിലും കൃഷ്ണദാസിനോട് ബന്ധമില്ല, ഞങ്ങളൊരു കൃഷ്ണദാസിനെ സംരക്ഷിക്കാനും പോകുന്നില്ല എന്ന കാര്യം ഉറപ്പിച്ചങ്ങ് പറഞ്ഞേക്കാം. AN രാധാകൃഷ്ണന്റെ പാർട്ടിക്കാണ് ഈ പറയുന്ന കൃഷ്ണദാസിന്റെ ആളുമായി ബന്ധം. പിന്നെ ഹർത്താലിന്റെ കാര്യം നിങ്ങൾക്കറിയാലോ. ഹർത്താൽ കേരളത്തിനകത്ത് ആഹ്വാനം ചെയ്യപ്പെടുമ്പം സ്വാഭാവികമായും ഹർത്താലിനകത്ത് ആളുകൾ പുറത്തിറങ്ങില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ഇപ്പോഴും പറയാം, ഞങ്ങൾ ഈ പറയുന്ന കുടുംബത്തിന്റെ കൂടെ തന്നെയാണ്, ജിഷ്ണുവിന്റെ കുടുംബത്തിന്റെ കൂടെ തന്നെയാണ്, ജിഷ്ണുവിന്റെ അമ്മയുടെ കൂടെ തന്നെയാണ്. എല്ലാ പ്രതികളെയും പിടിക്കാൻ ആവശ്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. എല്ലാ പ്രതികളെയും ജയിലിലടക്കാൻ ആവശ്യമായ നിലപാടും സ്വീകരിക്കും. ഇവിടെ നേരത്തെ SFIയുടെ ചോദ്യം ചോദിച്ചു. SFIക്ക് ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഉള്ളവരല്ല, വളരെ കൃത്യമായി സമരം ചെയ്യും. ഞാൻ ഈ കൂടി നിൽക്കുന്നവരുടെ മുമ്പാകെ ഒരു കാര്യം വളരെ വിനയത്തോടെ എൻ്റെ TV ദൃശ്യം കാണുന്ന, എൻ്റെ സംസാരം കേൾക്കുന്ന ജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിലെ സ്വാശ്രയ മുതലാളിമാരെ പിടിച്ചുകെട്ടാൻ നെഞ്ചൂക്കും ചങ്കുറപ്പും കേരളത്തിലെ SFIക്കും DYFIക്കും ഉണ്ട്. ഞങ്ങൾ ബിന്ദു കൃഷ്ണയോട് ഒരുപക്ഷെ പണം ആരുടെയും കൂടെ വരാം, പക്ഷെ അതിനപ്പുറത്തേക്ക് കൃഷ്ണദാസ് KSUവിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഇതാ ഇപ്പോ V മുരളീധരന്റെ കൂടെ നിൽക്കുന്ന ചിത്രമുണ്ട്. അല്ല, ഞാൻ ഈ തരത്തിലുള്ള കള്ളപ്രചരണം നടത്താൻ ഈ ഷംസീറിനെ പോലുള്ള ആളുകൾക്ക് എങ്ങനെ കഴിയുന്നത്? എനിക്ക് പ്രധാനമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ, ഇവരിവിടെ ഈ സംഭവം ഉണ്ടായ സമയത്ത് നെഹ്റു കോളേജിലെ ഇടിമുറി കാണാൻ വേണ്ടി BJPയുടെ നേതാവ് V മുരളീധരൻ പോയിരുന്നു, ഞങ്ങളോട് പോയിരുന്നു, ഞങ്ങളെല്ലാവരുമായിട്ട് സംസാരിച്ചിരുന്നു. നിങ്ങൾ ആരെങ്കിലും പോയോ? ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങൾ നിങ്ങളെടുത്തോ? ഈ വസ്തുതകൾ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളവിടെ ചോരക്കറയുണ്ടെന്ന് പറഞ്ഞത്. ആ സമയത്ത് ഇവരിവിടെ മുഴുവൻ ഇവിടെ വളരെ സൈലൻ്റായ രീതിയിൽ ഈ പറഞ്ഞ ചെയർമാനും ഒക്കെ നടക്കുക. ഞങ്ങളാരും പോലീസല്ല. നിങ്ങളുടെ പോലീസ് ഇത് ഒത്താശയുടെ ഫലമാണ്. പിണറായി വിജയനും ഈ ബാലനും ഇതിൽ പങ്കുണ്ട്. ഇവര് പങ്കുള്ളതുകൊണ്ട് ഒറ്റ കാര്യം, നിങ്ങൾ ഈ ലോ അക്കാഡമി വിഷയത്തിൽ നിങ്ങൾ മുതലാളിയുടെ കൂടെ ആയിരുന്നില്ലേ? ഭൂമി തട്ടിപ്പുകാരുടെ കൂടെ ആയിരുന്നില്ലേ? നിങ്ങൾ കേരളത്തിൽ നടന്ന
ഏതെങ്കിലും സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ പാവങ്ങളുടെ കൂടെയാണോ? നിങ്ങളെല്ലാം മുതലാളിമാരുടെ കൂടെയല്ലേ? ശ്രീമതി ബിന്ദു കൃഷ്ണ, താങ്കൾ കൂടി അതിന് മറുപടി പറയുക. ഈ കൃഷ്ണദാസുമായി യഥാർത്ഥത്തിൽ ജൈവ ബന്ധമുള്ളത് കോൺഗ്രസിനും KSUവിനുമാണ്. കോൺഗ്രസിനും KSUവിനും ജന്മബന്ധമുണ്ട്, അല്ലെങ്കിൽ പൊക്കിൽ കൊടി ബന്ധമുണ്ട്, ജൈവ ബന്ധമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കൊലയാളി സ്ഥാനത്ത് അദ്ദേഹം ആരോപിക്കപ്പെട്ടാൽ അദ്ദേഹത്തിനെ സംരക്ഷിക്കുക എന്നുള്ളത് കോൺഗ്രസ് നയമല്ല. ഞങ്ങൾ ആരും ഇവിടെ ഞാൻ ഒന്നുകൂടി ഞാൻ ഇടപെടുകയാണ് ശ്രീമതി ബിന്ദു കൃഷ്ണ. ഇവിടെ സ്വാശ്രയ കോളേജുകൾ ഉണ്ടാകാൻ കാരണം AK ആന്റണിയുടെ കാലത്തെ സ്വാശ്രയ നയമാണ്. NOC ഇല്ലാതെ ആർക്കും ഇവിടെ സ്വാശ്രയ കോളേജ് തുടങ്ങാം എന്ന AK ആന്റണിയുടെ നയമാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ സ്വാശ്രയ ദുരന്തങ്ങൾക്കും കാരണം. ഇത് ഈ സ്വാശ്രയ മാനേജ്മെന്റുകളായി വരുന്നത് പഴയ KSUക്കാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ ഒക്കെ തന്നെയാണ്. താങ്കൾക്ക് ലജ്ജയില്ല ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ? സ്വാശ്രയ കോളേജുകൾ ഉണ്ടായത് കൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടാകുന്നതെന്ന് പറയുന്നത് എന്ത് അനൗചിത്യമാണ്. കോളേജുകൾ പലതും ഉണ്ടാകും. ഇവിടെ കുഞ്ഞുങ്ങൾ പഠിച്ച് ആ സ്വാശ്രയ കോളേജിന്റെ ഗുണം പറ്റി ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആയിട്ടുള്ളവരാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ബഹുഭൂരിപക്ഷം ഡോക്ടർമാരും എഞ്ചിനീയർമാരും. അവർ പഠിക്കാനുള്ള അവകാശം കൊടുത്തത് ശ്രീ AK ആന്റണിയാണ്. ശരിയാ, താങ്കളുടെ പിതാവ് അടക്കമുള്ള ക്യാബിനറ്റ് തീരുമാനമെടുത്തു 50:50 എന്ന അനുപാതത്തില്. അതിനുശേഷം വന്ന LDF ഗവൺമെന്റ് പെട്ടിക്കടകൾ തുടങ്ങുന്നത് പോലെയല്ലേ ഇവിടെ സ്വാശ്രയ കോളേജുകൾ തുടങ്ങിയത്? എത്രയെത്ര CPM നേതാക്കന്മാർക്ക് സ്വാശ്രയ കോളേജുമായി ബന്ധമുണ്ട്? ആര് തുടങ്ങി? അതല്ല യഥാർത്ഥ കാരണം. ഇവിടുത്തെ യഥാർത്ഥ കാരണം ജിഷ്ണു പ്രണോയ് എന്ന് പറയുന്ന കുട്ടി ഇവിടെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് വലിയ വാചകമായി പറഞ്ഞല്ലോ, ഞങ്ങൾ ഉയർത്തിയ സമരം കൊണ്ട് ആവേശഭരിതനായി ജിഷ്ണു ക്യാമ്പസിൽ സമരം നടത്തിയെന്ന്. അതെ, നിങ്ങൾ കാണിച്ച വഴിയിലൂടെ സമരം നടത്തിയ ഒരു പിഞ്ചു കുഞ്ഞിന് ഈ ഒരു ദുരനുഭവം ഉണ്ടായപ്പോൾ കേരളത്തിൽ മറ്റാരേക്കാൾ ആ കുടുംബത്തോടൊപ്പം നിൽക്കാനുള്ള ഉത്തരവാദിത്വം SFIക്ക് DYFIക്ക് ഉണ്ട്. നിങ്ങൾ നിൽക്കുന്നില്ല. അതാണ് കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുന്നത്. യഥാർത്ഥ രക്തസാക്ഷിയല്ല, നേർ രക്തസാക്ഷിയല്ല എന്ന് SFIയുടെ സംസ്ഥാന ശ്രീ നികേഷ് സൂചിപ്പിച്ച ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാം. രാധാകൃഷ്ണ മേനോൻ ലോ അക്കാഡമിയെ കുറിച്ചും സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളെ കുറിച്ചും, ബിന്ദു കൃഷ്ണ ഇതാ കൂത്തുപറമ്പ് മുതൽ ഇപ്പോൾ ജിഷ്ണു പ്രണോയുടെ വരെയുള്ള മരണങ്ങളെ സംബന്ധിച്ചും ഒക്കെ പറയുക. ശ്രീമതി ബിന്ദു കൃഷ്ണയ, നിങ്ങൾ ഓർത്തുകൊള്ളണം, കൂത്തുപറമ്പ് രക്തസാക്ഷികൾ വഴിയെ പോയപ്പോൾ ഓട്ടോ ഇടിച്ച് മരിച്ചതൊന്നുമല്ല. സ്വാശ്രയത്തിനെതിരെ നിങ്ങളുടെ ഭരണകൂടം PB സാനിറ്റോറിയവും ഹഡ്കോയും സർക്കാർ മുതൽ ഉപയോഗിച്ച് പണിത കെട്ടിടങ്ങൾ സ്വകാര്യ സ്വത്താക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെതിരെ സമരം ചെയ്ത ആളുകളാണ്. എങ്ങനെയാണ് നിങ്ങൾ സ്വീകരിച്ചത്? ഗ്രനേഡ് കൊണ്ടോ ലാത്തി ചാർജ് കൊണ്ടോ ആയിരുന്നില്ല, വെടിവെച്ച് നിങ്ങൾ കൊലപ്പെടുത്തിയതാ. ഓർക്കാൻ പറയുമ്പോൾ നിങ്ങൾ വെടിവെച്ച് കൊലപ്പെടുത്തിയ 5 യുവാക്കളുടെ കുടിയിരുത്തിൽ നിങ്ങളൊന്ന് അനുശോചനം പറയണം. എന്നിട്ട് വേണം കൂത്തുപറമ്പിനെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കാൻ വരാൻ. പിന്നെ ബിന്ദു കൃഷ്ണ പറയുന്നുണ്ട് സ്വാശ്രയ കോളേജുകളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ നയം ഞങ്ങൾ ആർക്കൊപ്പമായിരുന്നു എന്നൊക്കെ. നിങ്ങളല്ലേ ഈ ഭൂതത്തെ കുപ്പിയിൽ നിന്ന് തുറന്നു വിട്ടത്? സ്വാശ്രയ കോളേജ് ആരംഭിച്ച് ഈ നാട്ടിലെ അവസാനത്തെ കലാലയ ജനാധിപത്യത്തിന്റെ നാമ്പിനെയും തകർത്തെറിഞ്ഞത് നിങ്ങളാ. നിങ്ങൾ തന്നെയാണ് ഏറ്റവും ഒടുവിൽ സ്വയംഭരണ കോളേജുകളും ആരംഭിച്ചത്. ഈ സ്വാശ്രയ കോളേജുകളിലും സ്വയംഭരണ കോളേജുകളിലും ആ വിദ്യാർത്ഥികൾക്ക് ജനാധിപത്യത്തിനൊരു ബിന്ദു കൃഷ്ണയുടെ ചോദ്യത്തിനുള്ള താങ്കളുടെ മറുപടിയായി ശ്രീജിത്ത്, ഈ ചർച്ച അവസാനിപ്പിക്കാൻ എനിക്ക് സമയമായിരിക്കുന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ, നാളെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഈ സമരം അവസാനിപ്പിക്കാനുള്ള എന്തെങ്കിലും ശ്രമം നടക്കുന്നുണ്ടോ? ഇത് സംബന്ധിച്ച് കൂടിയാലോചനകളിലാണോ? ഞങ്ങൾക്ക് നീതിപീഠത്തിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നും നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിധിയെ പഴിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഞങ്ങൾക്ക് ജിഷ്ണു കേസിലെ 3 പേരെ കൂടി അറസ്റ്റ് ചെയ്യണം. ഞങ്ങളെ മർദ്ദിച്ച് അവശരാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം. ഈ 2 ലളിതമായ ആവശ്യം മാത്രമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഈ ആവശ്യം നേടിയെടുക്കുന്നത് വരെ എവിടെ തിരുവനന്തപുരത്ത് കടന്ന് മരിക്കാൻ വരെ ഞങ്ങൾ തയ്യാറാണ് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാം. വളരെ നന്ദി ശ്രീജിത്ത്. ഒപ്പം തന്നെ N രാധാകൃഷ്ണൻ, ബിന്ദു കൃഷ്ണ, ജെയ്സി തോമസ്, N രാധാകൃഷ്ണൻ ഈ വിഷയത്തിൽ സംസാരിച്ചതിന്. ഈ പരിപാടി നാളെ വീണ്ടും 8 മണിക്ക് ഇതേ സമയം വീണ്ടും കാണുന്നവരെ നമസ്കാരം.